നമസ്കാരം, എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഭക്ഷണവില കുറയ്ക്കുന്ന കാര്യത്തിൽ സർക്കാരിന് വഴങ്ങി ഹോട്ടൽ ഉടമകൾ. GST നടപ്പാക്കിയ ശേഷം ഉയർത്തിയ വില കുറയ്ക്കാൻ തയ്യാർ. 87 രൂപയ്ക്ക് കോഴിയിറച്ചി വിൽക്കണമെന്ന സർക്കാർ നിർദ്ദേശം പ്രായോഗികമല്ലെന്ന് വ്യാപാരികൾ. ചൊവ്വാഴ്ച വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കടയടപ്പ് സമരം. സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിച്ചുയരുന്നു. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ദിലീപുമായി ബന്ധമുള്ളവരെ ചോദ്യം ചെയ്യുന്നു. പൾസർ സുനിയെ കാക്കനാട് ജയിലിലെത്തി വീണ്ടും തെളിവെടുപ്പ് നടത്തി. സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ ഇന്നസെന്റിനെതിരെ കേസ്. അതിർത്തി തർക്കത്തിനിടെ ഇന്ത്യയിലെത്തുന്ന പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി ചൈനീസ് എംബസി. വ്യക്തിപരമായ സുരക്ഷ ഉറപ്പാക്കണമെന്ന് മുന്നറിയിപ്പ്. ബുർഹാൻ വാനിയുടെ 1ാം ചരമവാർഷികത്തിൽ കശ്മീരിൽ കനത്ത ജാഗ്രത. പലയിടങ്ങളിലും കർഫ്യൂവും നിരോധനാജ്ഞയും. വിജയ് മല്യയെ നാട് കടത്തണമെന്ന് ബ്രിട്ടനോട് G20 ഉച്ചകോടിക്കിടെ ഇന്ത്യ. നിർണായക വിഷയങ്ങളിൽ ചർച്ചകൾ നടക്കുന്നു. പല പേരുകളിലെ തീവ്രവാദത്തെ നയിക്കുന്നത് ഒറ്റ പ്രത്യയശാസ്ത്രമെന്ന് നരേന്ദ്രമോദി. ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കുതിപ്പ് തുടരാൻ ഇന്ത്യ. ഇന്ന് 11 ഇനങ്ങളിൽ ഫൈനലുകൾ. 800 മീറ്ററിൽ ടിൻഡു ലോക്കയും ജിൻസൺ ജോൺസണും ഫൈനലിൽ. എഡിറ്റേഴ്സ് അവറിലേക്ക് വിശദമായി. നടിയെ ആക്രമിച്ച കേസിൽ കാക്കനാട് സബ് ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിന് പൾസർ സുനിയെ ഇന്ന് ചോദ്യം ചെയ്തു. സുനിയെ കാക്കനാട് സബ് ജയിലിലെത്തിച്ച് സഹതടവുകാരോടൊപ്പം ഇരുത്തിയാണ് ചോദ്യം ചെയ്തത്. അതേസമയം ആരോപണ വിധേയരായ താരങ്ങളുടെ പേര് സഹതടവുകാരോട് പറഞ്ഞിരുന്നതായി സുനി പോലീസിനോട് സമ്മതിച്ചു. ദിലീപിന്റെയും നാദിർഷയുടെയും ബന്ധുക്കളെയും ബിസിനസ് പങ്കാളികളെയും കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഇന്നും ചോദ്യം ചെയ്തു. ഇതിനിടെ പൾസർ സുനിയുടെ അഭിഭാഷകൻ ആരോപണ വിധേയർ തന്നെ രംഗത്തിറക്കിയതാണെന്ന വാദവും ശക്തമാകുന്നുണ്ട്. കാക്കനാട് സബ് ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച കേസിൽ പൾസർ സുനിയെ അന്വേഷണ സംഘം ഇന്നും ചോദ്യം ചെയ്തു. പൾസർ സുനിയെ ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നും കാക്കനാട് സബ് ജയിലിലെത്തിച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് സഹതടവുകാരോട് ആരോപണ വിധേയരായ താരങ്ങളുടെ പേര് പറഞ്ഞതായി പൾസർ സുനി അന്വേഷണ സംഘത്തോട് സമ്മതിച്ചു. ഇക്കാര്യം ഉറപ്പിക്കുന്നതിനായി സുനിയോടൊപ്പം പിടിയിലായ വിഷ്ണുവിനെയും വിപിൻലാലിനെയും അന്വേഷണ ഉദ്യോഗസ്ഥർ കാക്കനാട് സബ് ജയിലിലെത്തിച്ചു. തുടർന്ന് മൂവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തു. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥരോട് ഒന്നും തുറന്നു പറയാൻ സുനി തയ്യാറാകുന്നില്ല. മാത്രമല്ല, പോലീസിന്റെ പല ചോദ്യങ്ങൾക്കും ദീർഘനേരത്തെ മൗനമായിരുന്നു സുനിയുടെ മറുപടി. ഇതിനിടയിൽ സുനിയുടെ അഭിഭാഷകൻ ആളൂരിനെ ആരോപണ വിധേയർ രംഗത്തിറക്കിയതാണെന്ന ആക്ഷേപവും ശക്തമായി. എന്നാൽ ആളൂർ ഇക്കാര്യം നിഷേധിച്ചു. ആളുകള് നമുക്കെതിരെ നമ്മൾ ഈ കേസിൽ നിന്ന് ഒഴിവാണെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പോലീസ് നമ്മൾ ഈ കേസിൽ നിന്ന് ഒഴിവാണെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആരോപണങ്ങള് പ്രത്യാരോപണങ്ങൾ കൊണ്ടുവരുന്നത് ഞാൻ സംശയിക്കുന്നു. എന്തോ ഒരു ആളൂരിന് ആരോ ഇറക്കിയിരിക്കുകയാണ്, അത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മളെ വിറ്റ് കാശുണ്ടാകുന്ന നിങ്ങൾ ഇതിന്റെ ഒരു മൂന്നാമത്തെ ഒരു വഴി അറിയണം. നമ്മളെ വിറ്റ് കാശുണ്ടാക്കുന്ന ആളുകളുണ്ട്. അതേസമയം നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച കേസിൽ പോലീസിന്റെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരുകയാണ്. ദിലീപിന്റെയും നാദിർഷയുടെയും സുഹൃത്തുക്കളെയും ബിസിനസ് പങ്കാളികളെയുമാണ് പോലീസ് ചോദ്യം ചെയ്യുന്നത്. ദിലീപുമായി അടുത്ത ബന്ധമുള്ള കണ്ണൂരിലെ തിയേറ്റർ ഉടമയെയും അന്വേഷണ സംഘം ഇന്ന് ചോദ്യം ചെയ്തു. സഹിൻ ആന്റണി, റിപ്പോർട്ടർ, കൊച്ചി. ഈ വിഷയം എഡിറ്റേഴ്സ് അവർ പരിശോധിക്കുന്നു. ചർച്ചയിൽ പങ്കെടുക്കുന്നത് സംവിധായകൻ ശ്രീ അലി അക്ബർ, AIYF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ശ്രീ N അരുൺ, ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് സജീവ് ടി പ്രഭാകർ, മാക്ട ഫെഡറേഷൻ നേതാവ് ശ്രീ അജ്മൽ, പൾസർ സുനിയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് BA ആളൂർ ടെലിഫോൺ ലൈനിലും ചേരുന്നു. ആദ്യം ശ്രീ അഡ്വക്കേറ്റ് BA ആളൂർ, താങ്കൾ ഈ കേസിൽ ഹാജരാകുന്നത് ആ ദിവസത്തിന് ശേഷം, അതായത് ഈ പൾസർ സുനി അതിനുശേഷമാണല്ലോ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നത് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്നതിന്. അതിനു മുമ്പ് വരെ ഈ പൾസർ സുനി മാധ്യമങ്ങളോട് ചില കാര്യങ്ങൾ പറയുമായിരുന്നു. ഇതിലെ വമ്പൻ ഷാവുകളെ പറ്റി പറയുമായിരുന്നു. ചില കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുൻപാകെ വെളിപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ഇയാൾ പോലീസിനോട് ഒന്നും സമ്മതിക്കുന്നില്ല, ഒന്നും പറയുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തെറ്റിദ്ധരിപ്പിക്കുന്ന മൊഴികളാണ് നൽകുന്നത്. താങ്കൾക്ക് ഒരുപക്ഷെ നേരിട്ട് താങ്കളുടെ കക്ഷിയുമായി സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും എന്തൊക്കെയോ കാര്യങ്ങളിൽ ഒരു ആശയവിനിമയം നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇനി പ്രത്യേക ദൂതർ വഴിയാണോ അതോ മറ്റേതെങ്കിലും സംവിധാനങ്ങൾ വഴിയാണോ എന്നൊന്നും അറിയില്ല. പോലീസ് സംശയിക്കുന്നതും ഇതിനുശേഷമാണ്. താങ്കൾ ഈ കേസിൽ കക്ഷി ചുമതല ഏറ്റ ശേഷം, അതായത് താങ്കൾ ഇതിൽ വക്കാലത്തെടുത്ത ശേഷമാണ് ഈ പ്രതി അന്വേഷണവുമായി സഹകരിക്കാതിരിക്കുന്നത്. താങ്കൾക്ക് വേണമെങ്കിൽ പറയാം അന്വേഷണവുമായി സഹകരിക്കാതിരിക്കുന്നതും പ്രതിയുടെ അവകാശങ്ങളിൽ പെട്ടതാണെന്ന്. അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ ദിവസം കോൺഗ്രസിലെ ചില നേതാക്കൾ, പ്രത്യേകിച്ച് മഹിളാ കോൺഗ്രസ് നേതാവൊക്കെ ബിന്ദു കൃഷ്ണയൊക്കെ ചൂണ്ടിക്കാട്ടത് ഇതിലെ ഡീൽ ഉറപ്പിക്കാനാണ് ശ്രീ ആളൂരിനെ രംഗത്തിറക്കിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത് ശ്രീ ആളൂർ? ഇതെല്ലാം ഒരു
മിഥ്യയായ വിവരണങ്ങളാണ്. എനിക്ക് ഈ പറയുന്ന കേരളത്തിലെ യാതൊരു വ്യക്തികളുമായി ഈ കേസ് ബന്ധപ്പെട്ടിട്ട് യാതൊരു ചർച്ചയോ നിങ്ങൾ പറയുന്ന തരത്തിലുള്ള യാതൊരു ആശയവിനിമയമോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള യാതൊരു വിനിമയമോ ഇതിൽ നടന്നിട്ടില്ല. എനിക്കതിന്റെ ആവശ്യവുമില്ല. രണ്ടാമത് എന്നെ കേസ് ഏൽപ്പിച്ചത് സുനിയോ അല്ലെങ്കിൽ സുനിയുടെ കൂട്ടുകാരോ ആണെങ്കിൽ അതിന് വളരെ നിയമപരമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ള ഒറ്റ സംഗതി മാത്രമാണ് നിലകൊള്ളുന്നത്. അതിനപ്പുറമായിട്ട് വേറെ ഒരൊറ്റ തരത്തിലുള്ള വ്യവഹാരങ്ങളോ അല്ലെങ്കിൽ അതിനുള്ള ഒരു ഡീലോ എനിക്ക് നടത്തേണ്ട ആവശ്യവുമില്ല. ബിന്ദു കൃഷ്ണ പറയുന്നത് പോലെയോ മറ്റേത് രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ പറയുന്നത് പോലെയോ ഒരുപക്ഷെ നിങ്ങൾ പറയുന്നത് സത്യമായിരിക്കാം. മറ്റാരെങ്കിലും എന്റെ പേരും പറഞ്ഞുകൊണ്ട് എന്നെ വിറ്റ് കാശാക്കുന്നുണ്ടായിരിക്കാം. ആളൂർ ബന്ധപ്പെട്ടതിന്റെ വെളിച്ചത്തിൽ ഒരു പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നു കൂടായികയില്ല എന്നും ചിന്തിച്ച് മറ്റൊരു തരത്തിൽ ഇതിനെ പ്രചരിപ്പിക്കുന്നുണ്ടാകാം. അതിനെനിക്ക് യാതൊരു പങ്കുമില്ല. ഞാൻ പറയട്ടെ, ഞാൻ നല്ല അസൽ ദൈവവിശ്വാസിയാണ്. എനിക്ക് എന്റെ കക്ഷികൾ എന്നല്ലാതെ മറ്റൊരാളുടെയും ഈ ഒരു ഡീലിലും പങ്കെടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പൈസ ഉണ്ടാക്കാനാണെങ്കിൽ എത്രയോ കാര്യങ്ങൾ ഇന്ന് ലോകത്ത് നടക്കുന്നുണ്ട്. അതിന്റെ പിന്നാലെ അഡ്വക്കേറ്റ് ആളുകൾ പോകും. അങ്ങനെ അതിനുശേഷം അവരുമായിട്ട് സ്വാധീനം ചെലുത്തി ഈ പറയുന്ന കക്ഷികളുമായി ബന്ധപ്പെട്ട് പൈസ സമ്പാദിക്കേണ്ട ഒരു ആവശ്യം ഈ അഡ്വക്കസിയിലില്ല. എനിക്ക് അഡ്വക്കസി അങ്ങനെ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. എതിർ കക്ഷികളെ സ്വാധീനിച്ച് അവരിൽ നിന്ന് പൈസ ഉണ്ടാക്കുക, അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, സ്വന്തം കക്ഷിയെ ചവിട്ടി താഴ്ത്തുക, അവനെതിരായി പ്രവർത്തിക്കുക, ഇതൊന്നും എന്റെ പ്രൊഫഷണൽ എത്തിക്സിൽപ്പെട്ട ഭാഗമേ അല്ല. ശ്രീ അഡ്വക്കേറ്റ് ബി ആളൂർ, അങ്ങനെയൊന്നും അല്ലാതെ താങ്കൾ ഈ പറഞ്ഞ പോലെ എതിർകക്ഷിയിൽ നിന്നും പണം വാങ്ങാതെയും അല്ലെങ്കിൽ താങ്കളുടെ കക്ഷിയെ ചവിട്ടി താഴ്ത്തിയും ഒന്നും അല്ലാതെ താങ്കൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമല്ലോ. ഞാൻ അതാണ് ചോദിച്ചത്. താങ്കൾക്ക് നന്നായി അറിയാം ഈ കേസിൽ ആരോപണ വിധേയരാരൊക്കെയാണ്, എത്രത്തോളം വലിയ ആളുകളാണ്. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. സ്വാഭാവികമായും ഉയരുന്ന സംശയം, ഞാൻ പറഞ്ഞത് ബിന്ദു കൃഷ്ണ ഇന്നലെ ഇതേ സമയം ഈ ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ ആരോ നിർദ്ദേശിച്ചതനുസരിച്ച് ഈ കേസിൽ ഇടപെട്ടു എന്നാണ്. അതിൽ നിയമവിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടെന്നല്ല. അവരുടെ നിർദ്ദേശങ്ങൾ, അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് താങ്കളുടെ കക്ഷിയെ പരുവപ്പെടുത്തിയെടുക്കുന്നു എന്നതാണ്. അതുകൊണ്ടാണ് അയാൾ ചോദ്യം ചെയ്യലുമായി സഹകരിക്കാത്തതെന്നാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ ഈ പൾസർ സുനി എന്ന താങ്കളുടെ കക്ഷി ഇപ്പോഴൊന്നും മിണ്ടാത്തത്. അതുകൊണ്ടാണ് അയാൾ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന മൊഴി കൊടുക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അവിടെയാണ്. അതല്ലാതെ താങ്കൾ ഇതിൽ എതിർകക്ഷിയിൽ നിന്ന് പണം വാങ്ങിയെന്ന് ഞാൻ പറയുന്നില്ല. എതിർകക്ഷിയോട് ചേർന്ന് താങ്കളുടെ കക്ഷിയെ ചവിട്ടി താഴ്ത്തിയെന്ന് പറയുന്നില്ല. പക്ഷേ താങ്കളുടെ കക്ഷിക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിന് താങ്കളെ ആരോ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന ആക്ഷേപം, അതിനാണ് ഞാൻ മറുപടി ചോദിക്കുന്നത്. ഒരു കാര്യം പറയട്ടെ, 15 മിനിറ്റിലുള്ള എന്റെ കൂടിക്കാഴ്ച ജയിലിൽ വെച്ചും 5 മിനിറ്റോളം കൂടിക്കാഴ്ച ഈ പറയുന്ന ബഹുമാനപ്പെട്ട കോടതി മജിസ്ട്രേറ്റിന്റെ മുന്നിൽ വെച്ചു. ഇതല്ലാതെ എനിക്ക് ഈ എന്റെ കക്ഷിയുമായി സംസാരിക്കാൻ യാതൊരു അവസരവും കിട്ടിയിട്ടില്ല. അങ്ങനെ ഇരിക്കെ എന്റെ കക്ഷിക്ക് എന്ത് നിർദ്ദേശം ഞാൻ നൽകണം? ഇനി ഈവൻ അതർവൈസ് ഇങ്ങനെ ഒരു നിർദ്ദേശം ഏതെങ്കിലും ഒരു അഭിഭാഷകർ കക്ഷിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ, കക്ഷിയുടെ താല്പര്യം സംരക്ഷിക്കാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ കൊടുക്കണമെന്ന് പറയുകയില്ല, കൊടുക്കുന്നുണ്ടെങ്കിൽ അതും നിയമത്തിന്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ടാണ് എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്റെ കക്ഷിക്ക് എന്റെ ഉപദേശം കിട്ടിയിട്ട് ഒരു കാര്യങ്ങൾ നടത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇപ്പോൾ പല പ്രാവശ്യവും ആരോപിക്കുന്നല്ലോ കൊടും ക്രിമിനലാണ്, കൊടും കുറ്റവാളിയാണ്, ഒരുപാട് പോലീസ് കസ്റ്റഡിയെ തരണം ചെയ്ത വ്യക്തിയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഈ പറയുന്ന കക്ഷിക്ക് ഈ പറയുന്ന സാഹചര്യങ്ങൾ തരണം ചെയ്യാൻ സാധിക്കുമായിരിക്കാം. അല്ലെങ്കിൽ ഈ പറയുന്ന പുകമുറ സൃഷ്ടിച്ചുകൊണ്ട് ഒരു പക്ഷേ ഈ പറയുന്ന ഇരയുടെ ആളുകൾ ഈ പറയുന്ന അഡ്വക്കേറ്റ് ആളൂർ ഈ കേസ് വരാൻ പാടില്ല. അതുപോലെ തന്നെ അതല്ല ശ്രീ അഡ്വക്കേറ്റ് ആളൂർ, അതായത് ഈ താങ്കളുടെ കക്ഷി ഈ സുനിൽ എഴുതിയ ഒരു കത്തുണ്ടല്ലോ, ആ കത്തിൽ 2 ആഴ്ചക്കകം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അഭിഭാഷകനെ മാറ്റുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ആ കത്തിൽ. അതിനുശേഷം പിന്നീട് അതനുസരിച്ച് തന്നെ കാര്യങ്ങൾ നടക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇതൊന്നും യാദൃശ്ചികമായി സംഭവിച്ചു എന്ന് കരുതാനേ കഴിയില്ലല്ലോ. ജയിലിൽ കിടക്കുന്ന ഈ സുനിൽ എന്ന പ്രതി താങ്കളെ ചുമതല ഏൽപ്പിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ വളരെ നേരത്തെ തന്നെ ഇതിൽ സൂചിപ്പിച്ചിരുന്നു ഈ കത്തിൽ. അതുകൊണ്ട് യാദൃശ്ചികമായി താങ്കൾ ഇതിൽ വന്ന് ഭവിച്ച അല്ലെങ്കിൽ വന്ന് ചാടിയ അല്ലെങ്കിൽ വന്ന് കേസെറ്റെടുത്ത ഒരു അഭിഭാഷകനല്ലല്ലോ. ഞാനൊരു കാര്യം പറയുന്നത് കേൾക്കൂ. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളുടെയും പിന്നിൽ ഏതോ ഒരു തരത്തിലുള്ള ഗൂഢതന്ത്രങ്ങൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ എന്തോ ഒരു രഹസ്യമയമായ കാര്യങ്ങൾ ഉണ്ട് എന്ന്
പൊതുജനങ്ങളെ ധരിപ്പിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് ആളൂരാണ് ഇതിന് പിന്നിലെന്ന് കാണിച്ചുകൊണ്ട് ഇവിടെ ഒരു ബൈജു കൊട്ടാരക്കര പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അയാൾക്ക് അഡ്വക്കേറ്റ് ആളൂരിനെ ഈ പറയുന്ന വക്കീൽ പണിയിൽ നിന്ന് നിർത്തിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എന്തോ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആളൂർ എന്തോ കുറ്റം ചെയ്ത പോലെ. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. കേരള ജനത ഓരോ വ്യക്തികളെ കുറിച്ച് ഇംപീച്ച് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഈ പറയുന്ന ചർച്ചകൾ നടക്കുന്നതാണ്. അഡ്വക്കേറ്റ് ആളൂർ പാകിസ്ഥാനിൽ നിന്ന് വന്ന അഭിഭാഷകനാണോ എന്നുള്ള തരത്തിലാണ് ഇവിടെ ചർച്ചകൾ നടന്നു പോകുന്നത്. അപ്പോൾ എന്റെ ജോലി, എന്റെ പ്രൊഫഷൻ എനിക്ക് സ്വതന്ത്രമായി ചെയ്യുവാൻ, എന്റെ യുക്തിക്ക് ചെയ്യുവാൻ എനിക്ക് അവകാശമില്ലേ? ഇപ്പോൾ ഇവിടെയുള്ള ആളുകളൊക്കെ ചെയ്യാൻ പോകുന്നത് രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി അയക്കുന്ന ജോലിയാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ വളരെ വളരെ സ്നേഹത്തോടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരോടും ഈ ചർച്ചകളുമായി ബന്ധപ്പെട്ട് നടത്തുന്നവരോടും ഞാൻ സ്നേഹത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു. അഡ്വക്കേറ്റ് ആളൂർ തികച്ചും പ്രൊഫഷണലാണ്. പ്രൊഫഷണലിസം മാത്രമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ പറയുന്ന സുനിയുടെ വക്കാലത്ത് ഏറ്റെടുത്തത് ഒരു പ്രതി എന്ന നിലയ്ക്ക് ആ പ്രതിയെ നിയമത്തിനെ കുറിച്ച് നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ള ഒറ്റ ചുമതല മാത്രമാണ്. ശരി, അതാണ് താങ്കൾ വിശദീകരിക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് വരാം. തിരക്കില്ലെങ്കിൽ താങ്കൾ ദയവായി ഈ ചർച്ചയിൽ ഒന്ന് തുടരണം. അഡ്വക്കേറ്റ് സജീവ് ടി പ്രഭാകർ, ഇന്നലെയും നമ്മൾ ഈ വിഷയം സംസാരിച്ചാണ്. ആ സമയത്ത് അഡ്വക്കേറ്റ് ആളൂരിനെ നമുക്ക് ടെലിഫോൺ ലൈനിൽ കിട്ടിയിരുന്നില്ല. ഇപ്പോൾ അദ്ദേഹവും നമ്മളോടൊപ്പം സംസാരിക്കുന്നുണ്ട്. ആളൂർ ഈ കേസിൽ വരുന്നതിന് മുമ്പും ശേഷവുമുള്ള കാര്യങ്ങളെപ്പറ്റി ഇന്നലെ നമ്മൾ ചർച്ചയിൽ പറഞ്ഞു. അതിലേതെങ്കിലും അസ്വാഭാവികത താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ ആ സമയത്ത്? ഇല്ല, കാരണം ഞാൻ സുനിലിനെയാണ് സംശയിക്കുന്നത്. കാരണം ഒരു FIR ഇട്ടതിന് ശേഷം, ഇപ്പോൾ എക്സാമ്പിൾ ആളൂർ ഒരു വക്കാലത്ത് എടുക്കുന്നു, അതിനുശേഷം പ്രതിക്ക് ഒരു അഡ്വൈസ് കൊടുക്കാണ്ട് അദ്ദേഹം സമയം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം വളരെയധികം കോടതിയിൽ നിന്നും പരിഹാസപൂർണ്ണമായിട്ട് പുറത്തോട്ട് വരുന്നു. അത് കഴിഞ്ഞ് ജയിലിൽ ചെല്ലുമ്പോൾ പോലീസ് സമ്മതിക്കുന്നില്ല, ജയിലിൽ സമ്മതിക്കുന്നില്ല. ആകെ 10 മിനിറ്റോ 5 മിനിറ്റോ കിട്ടുന്നുണ്ട്. മാക്സിമം എന്താ പറയാൻ പറ്റുമോ ഒരു കക്ഷിയെടുത്ത്? അതൊന്ന് തന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെറിയൊരു അഡ്വൈസ് കൊടുക്കും. ഇപ്പം ഞങ്ങളൊക്കെ പറയാറുണ്ട്, കീപ് ക്വൈറ്റ്, നിങ്ങൾ സൈലൻ്റ് ആവുക. പ്രതിക്ക് സൈലൻ്റ് ആവാനുള്ള അവകാശമുണ്ട്. കാരണം ക്രിമിനൽ പ്രൊസീജിയർ കോഡ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, പ്രതി മിണ്ടുന്നില്ലെങ്കിലും ആരാണ് കേസ് തെളിയിക്കേണ്ടത്? പ്രോസിക്യൂഷനാണ് കേസ് തെളിയിക്കേണ്ടത്. പ്രോസിക്യൂഷന് മുമ്പിൽ ആവശ്യത്തിന് ഡാറ്റ ഇല്ലേ? വൈ ദേ ആർ നോട്ട് ഗോയിങ് ഫോർ ദാറ്റ്? അതിന് നമ്മൾ ആളുവിനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒന്ന്. രണ്ടാമത്തത്, ഇപ്പോൾ ഇന്ന് ഞാനൊരു ജസ്റ്റ് വേറൊരു ചാനലൊരു ഹെഡ്ലൈൻ കണ്ടു, അജു വർഗീസിൻ്റെ കേസ്. അജു വർഗീസ് ഈ കേസ് നടത്തും, കുഴപ്പമില്ല, അത് ഞാൻ നടത്തും. ഞാൻ നടിയുമായി സംസാരിച്ച് തീർപ്പാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു അക്യൂസ്ഡിന് FIR വന്നതിന് ശേഷം അവരോട് സംസാരിക്കാൻ പറ്റുക? അത് വേറൊരു കേസാണ്. ഐ എം കമ്മിങ് ടു ദാറ്റ് പോയിന്റ്. അതായത് ആ ഒരു പൊസിഷനിൽ ഒരു അക്യൂസ്ഡ് ഒരു എരയെന്ന് തന്നെ പറയാം, തീർച്ചയായും അവരുമായി സംസാരിക്കാൻ എങ്ങനെ പറ്റുന്നു? ഒന്ന്. രണ്ട്, ഈ പരാതി കൊടുത്തതിന് ശേഷം ഈ വിക്ടിം ഇന്ന് എവിടെയാണ്? കാരണം പോലീസിന് ഓരോ കാര്യത്തിനും എനിക്കൊണ്ട് ഇവർ വിദേശത്താണെന്ന് ഇപ്പം എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ വിദേശത്തോട്ട് ഓരോ പ്രാവശ്യവും ഇവിടുന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് വിളിച്ച് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഇതിൻ്റെ ഒരു പുതിയൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താൽ അതിലേക്ക് എൻ്റെ സംശയം ഇന്നതാണ്, എൻ്റെ സംശയം ദിലീപിന്, എൻ്റെ സംശയം നാദൃഷിയാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലീസിന് കുറച്ചുകൂടി ശക്തമായിട്ട് മുന്നോട്ട് പോകാം. ഒന്ന്. ഇപ്പോൾ പോലീസ് പറയുന്ന നടിയുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് തെളിവുകളൊന്നും വരുന്നില്ല. പോലീസ് ഊഹിക്കുന്നു, പോലീസ് കിട്ടിയ കുറച്ച് പോയിൻറ്റ്സിൽ നിന്നും അവർ വീണ്ടും അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോവാണ്. ഇതിപ്പോൾ 120B വന്നിരിക്കുന്നത്. 120B മുന്നോട്ട് പോകാൻ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ക്രിമിനൽ ലോയിൽ മുന്നോട്ട് പോകാൻ അവർക്ക് ആവശ്യമുള്ള ഡാറ്റ പോലീസിൻ്റെ കൈവശമുണ്ട്. അവർ പോകാതിരിക്കുന്നത് എന്ത് കാരണം കൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഒന്ന് ഞാൻ അതിൻ്റെ ശ്രീ അരുൺ, അത് വളരെ ഈ പോലീസ് അന്വേഷണം സംബന്ധിച്ച് ഉയരുന്ന പരാതികൾ, ആ പരാതികൾ യുവജന സംഘടനകളൊക്കെ വലിയ തോതിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചത് താരസംഘടനയുടെ സമീപനത്തിനെതിരെയായിരുന്നു. സിനിമാ പ്രവർത്തകർ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടിനെതിരെയായിരുന്നു വലിയ പ്രതിഷേധം യുവജന സംഘടനകളുടെ ഒക്കെ ഭാഗത്തുനിന്നുണ്ടായത്. യഥാർത്ഥത്തിൽ പോലീസിൻ്റെ നടപടികളോട് നമ്മൾ ആ നിലയിൽ പ്രതിഷേധിക്കേണ്ടുന്ന ഒരു സാഹചര്യമായിട്ടുണ്ടോ എന്ന് ചിലരെങ്കിലും അഭിപ്രായപ്പെടുന്നുണ്ട്. കാരണം വല്ലാതെ വൈകുന്നു കാര്യങ്ങൾ. ഇപ്പോൾ ചലച്ചിത്ര മേഖലയിലെ മുഴുവൻ പേരെയും വിളിച്ചു ചോദിക്കുകയാണ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും 1-2 താരങ്ങളും കേന്ദ്രീകരിച്ച് നടക്കുന്ന അന്വേഷണം അവരുമായി ബന്ധമുള്ള മുഴുവൻ ആളുകളെയും ആലുവ പോലീസ് ക്ലബിലേക്ക് വിളിച്ചു വരുത്തി ചോദിക്കുകയാണ്. അവരുമായി സാമ്പത്തിക ഇടപാട് പണ്ട് എപ്പോഴോ നടത്തിയവരെയൊക്കെ വിളിച്ചു ചോദിക്കുകയാണ്. അന്വേഷണം ശരിയായ ദിശയിൽ പോകുന്നു എന്ന് പൊതുജനം വിശ്വസിക്കണം എന്ന് പറയാൻ കഴിയുമോ? കാരണം അങ്ങനെ ഒരു വിശ്വാസ്യത ആർജിക്കാൻ ഈ അന്വേഷണത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? പൊതുജനത്തെ പരിപൂർണമായും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു അന്വേഷണം അസാധ്യമായിട്ടുള്ള കാര്യമാണ്. പോലീസിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ, പോലീസിനെ കുറിച്ച് പരാതികൾ, പോലീസിനെ കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ ഈ അന്വേഷണം ശരിയായ ദിശയിലൂടെ തന്നെ പോകുന്നു എന്ന ധാരണയാണ് ഉള്ളത്. കാരണം എല്ലാവരെയും വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുക,
ഇവരുമായി ബന്ധപ്പെട്ട ഓരോ വ്യക്തികളെയും പ്രത്യേകം വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അപ്പോൾ യാതൊരു രീതിയിലുള്ള പഴുതുകളും ഇല്ലാതെ പഴുതുകൾ അടച്ചുകൊണ്ട് പ്രതിയെ പിടിക്കാൻ സാധിച്ചാൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അതല്ലാതെ കയ്യടി കിട്ടാൻ വേണ്ടി വളരെ പെട്ടെന്ന് ഒരു റിസൾട്ട് ഉണ്ടാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും ഉചിതം സമയമെടുത്ത് കൃത്യമായ രീതിയിൽ ശരിയാവണ്ണം അന്വേഷണം നടത്തി പ്രതിയെ കണ്ടെത്തുക തന്നെയാണ്. ആ വഴിക്ക് തന്നെയാണ് പോകുന്നതെന്നാണ് കരുതുന്നത്. ശ്രീ അലി അക്ബർ, ചലച്ചിത്ര മേഖലയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം കുറെ കൂടി വിമർശനങ്ങൾ ഈ വിഷയത്തിൽ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. കാരണം ഈ ഇരയ്ക്കൊപ്പമാണോ അതോ ആരോപണ വിധേയർക്കൊപ്പമാണോ ചലച്ചിത്ര മേഖല എന്ന ചോദ്യം തുടർച്ചയായി ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില അഭിപ്രായങ്ങൾ പല മേഖലകളിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ പോലും സംഘടനകൾ എന്ന നിലയിൽ ചലച്ചിത്ര മേഖലയിലുള്ളവരുടെ പ്രതികരണങ്ങൾ, ആ സംഘടനകളുടെ നേതാക്കളുടെ വിശദീകരണങ്ങളൊക്കെ നിങ്ങൾ ആരുടെ കൂടെയാണ് എന്ന ചോദ്യം നിരന്തരമായി ചോദിക്കാൻ പൊതുസമൂഹത്തെ പ്രേരിപ്പിക്കുന്നുണ്ട്. ആ സ്ഥിതിയിൽ ഇപ്പോഴും വലിയ മാറ്റമൊന്നും ഉണ്ടായും തോന്നുന്നില്ല. ഈ സംഭവം നടന്ന് ഇത്രയും നാളുകൾ കഴിഞ്ഞിട്ടും അതിന് വലിയ മാറ്റമുണ്ടെന്ന് തോന്നുന്നുമില്ല. പ്രതികരണങ്ങൾ ഇല്ല എന്നേ ഉള്ളൂ. പക്ഷേ ആ ഇരയ്ക്കുള്ള പിന്തുണ ആ മേഖലയിൽ നിന്ന് എത്രത്തോളം ഉണ്ട് എന്ന കാര്യത്തിൽ ഇപ്പോഴും ആശങ്കയും സംശയവുമുണ്ട്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ അന്വേഷണം സ്വാഭാവികമായ പരിസമാപ്തിയിലേക്ക് നീങ്ങുകയാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ താങ്കൾ? ഒരിക്കലും എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം ഇതിപ്പോൾ അന്വേഷണത്തിൻ്റെ ഒരുപാട് ഘട്ടങ്ങൾ കഴിഞ്ഞു. ആ ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടും ഇത് കുറേ സംശയങ്ങൾ ഉണ്ടാക്കി വെക്കുക, അന്വേഷണം കാര്യമായിട്ട് നടക്കുന്നു എന്ന് പറയുക, ഒടുവിൽ ഇരയായിട്ട് തന്നെ അവശേഷിക്കുന്ന ഒരവസ്ഥ. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് അങ്ങോട്ടാണ് പോകുന്നത്. ഇരയുടെ കൂടെ ആരും തന്നെ ഉണ്ടാവുന്ന ഒരവസ്ഥയല്ല. യഥാർത്ഥത്തിൽ ഇത് മൊത്തത്തിലൊരു പുകമറയായിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ ഒരു നാടകമായിട്ട് ഇതിൻ്റെ ക്ലൈമാക്സ് അല്ലെങ്കിൽ നേരത്തെ തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ കൂടെ തന്നെ പോകുന്നതായിട്ടാണ് തോന്നുന്നത്. കെട്ടിയിറക്കിയ ആളൂർ, അതേപോലെ പുതിയ പുതിയ അനുമാനങ്ങൾ, ഇത് എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളത് എല്ലാവർക്കും സംശയമായി തുടങ്ങിയിട്ടുണ്ട്. അതായത് അന്വേഷണ സംവിധാനത്തിൽ പോലീസിന്റെ ഇപ്പോഴത്തെ നടപടികളിൽ അത് ജനങ്ങളുടെ വിശ്വാസ്യത ആർജിക്കാൻ ആ അന്വേഷണ സംവിധാനത്തിന്, ആ അന്വേഷണ രീതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും ഒരു നാടകമായിട്ട് എല്ലാവർക്കും തോന്നി തുടങ്ങിയിരിക്കുന്നു. ശ്രീ അജ്മൽ, ഇവിടെ ആരോപണ വിധേയർ, ഇപ്പോൾ പോലീസ് ആദ്യം ഒരു വിശാലമായ വല വിരിക്കുകയായിരുന്നു ചെയ്തത്. അത് ചുരുങ്ങി 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 3-4 പേരിലേക്ക് വന്നിരിക്കുന്നു, അവരുമായി അടുപ്പമുള്ളവരിലേക്ക് വന്നു. പക്ഷേ ആ വല ചുരുങ്ങി ചുരുങ്ങി വരികയാണ്. ഇന്നിപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്ത ആളുകളുടെയൊക്കെ പട്ടിക പരിശോധിച്ചാൽ അവരൊക്കെ 1-2 പേരുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ അവരുടെ ബിസിനസ് ഇടപാടിൽ പങ്കാളികളായവരുന്നവരോ ഒക്കെയാണ്. ആ വിശാലമായ വല ചുരുങ്ങി ഇപ്പോൾ 4-5 പേരിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. നമുക്ക് ഇതിന് റിസൾട്ടിനെ പറ്റി ഒന്നും പറയാൻ കഴിയില്ല. അന്വേഷണം എത്രയും വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന്, അല്ലെങ്കിൽ സമയബന്ധിതമായി ഒരു സമയം വെച്ച് ഇന്ന് തീർക്കണമെന്നും നമുക്ക് പറയാൻ കഴിയില്ല. പോലീസ് അതിൻ്റെ ഒരു വഴി കണ്ടുപിടിച്ച് അതിലൂടെ പോവുകയല്ലേ ഇപ്പോൾ ചെയ്യുന്നത്? പോലീസിൻ്റെ അന്വേഷണം അവിടെ നിൽക്കട്ടെ, പക്ഷേ ഇതൊരു നടിയുടെ ഇഷ്യൂ മാത്രമല്ല. മലയാള സിനിമയെ, ഇൻഡസ്ട്രിയെ മൊത്തമായി ബാധിക്കുന്നൊരു കേസാണ്. മലയാള സിനിമ വർക്ക് ചെയ്യുന്ന ഓരോ ടെക്നീഷ്യന്മാരും എന്താ പറയുക, വളരെ നാണം കെട്ടിട്ടാണ് പല സ്ഥലത്തും നിൽക്കുന്നത്. പലരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ നിൽക്കുകയാണ്. കാരണം ഇതൊരു നല്ല ഉത്തരവാദിത്തപ്പെട്ട നല്ല രീതിയിൽ അന്വേഷണം പോയില്ലെങ്കിൽ മലയാള ഇൻഡസ്ട്രിക്ക് ഇനി മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഞാൻ വരാം താങ്കളിലേക്ക്. ശ്രീ അരുൺ, ഇക്കാര്യത്തിൽ ഇന്ന് ഏറ്റവും കൗതുകകരമായ, അല്ലെങ്കിൽ ഈ നമ്മൾ ചർച്ചയ്ക്ക് തൊട്ടു മുമ്പ് കണ്ട ഒരു പ്രതികരണം പ്രതിപക്ഷ നേതാവിൻ്റെതായിരുന്നു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മൊഴിയെടുക്കണം, മുഖ്യമന്ത്രിയെ കൂടി ചോദ്യം ചെയ്യണം. കാരണം ഇതിൽ ഗൂഢാലോചനയില്ല എന്ന് ആദ്യം പറഞ്ഞത് മുഖ്യമന്ത്രിയാണ്. ഗൂഢാലോചന ഇല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അതിൽ ഒരു നിഗമനത്തിലെത്തുകയും ഒക്കെ ചെയ്തത്. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് അത് മാറ്റി പറയേണ്ടി വന്നു. അന്ന് മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത് എന്നതിൽ വലിയ സംശയമുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രിയെ ഈ കേസിൽ ചോദ്യം ചെയ്യണമെന്നാണ് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ആ നിലയിൽ പ്രതിപക്ഷം രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു കാര്യങ്ങൾ, അതിനൊക്കെ അവസരം ഒരുക്കി കൊടുക്കേണ്ടത് ഉണ്ടായിരുന്നു. പ്രതിപക്ഷം രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നത് തന്നെയാണെന്ന് നമുക്കറിയാലോ, നന്നായിട്ട് അറിയാലോ. മുഖ്യമന്ത്രി ഈ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു ബാഹ്യ ഇടപെടൽ ഉണ്ടാകില്ലെന്നും
കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തി പ്രതിയെ പിടിക്കണം എന്ന നിർദ്ദേശമാണ് കൊടുത്തിട്ടുള്ളതെന്നാണ് കരുതുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അന്വേഷണം ശരിയാവണ്ണം പോകുന്നത്. ആദ്യഘട്ടത്തിൽ അത്തരം ഒരു വർത്തമാനം നടത്തിയത് ഉചിതമല്ല എന്ന കാര്യം തർക്കമില്ല. പക്ഷേ ആരുടെയും സ്വാധീനത്തിന് വഴങ്ങി ഈ കേസ് അട്ടിമറിക്കപ്പെടില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. എനിക്കിതിനോട് ചേർത്ത് പറയാനുള്ളത്, ഇവിടെ പ്രിയ സുഹൃത്ത് അജ്മൽ സൂചിപ്പിച്ചതുപോലെ ഈ വിഷയം ആ നടിയുടെ വിഷയവുമായി മാത്രം ബന്ധപ്പെടുത്തി കാണരുത്. ഇത് മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന ഒരു പറ്റം ക്രിമിനലുകൾ, ആ ക്രിമിനലുകളെ മുഴുവൻ നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരാൻ സാധിക്കേണ്ടതുണ്ട്. നമ്മൾ മുംബൈയിലെ അധോലോകം ഭരിക്കുന്ന സിനിമയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അധോലോക നായകന്മാരാണ് പ്രൊഡ്യൂസർമാർ. സമസ്ത സംവിധാനവും അധോലോക നായകന്മാർ ഭരിക്കുന്നു, അവർ തീരുമാനിക്കുന്നു, അവർ നടപ്പിലാക്കുന്നു. ആ ഒരു അവസ്ഥ ഇപ്പോൾ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. കുറ്റകൃത്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ സിനിമാ മേഖലയിൽ അടിഞ്ഞുകൂടുന്നു. സിനിമാക്കാർ താരപരിവേഷം ഉണ്ടെങ്കിൽ എന്ത് വൃത്തികേടും കാണിക്കാം. അവർക്ക് കവചമാണ്. കവചം ഇവിടെ ഒരുക്കി കൊടുത്തുകൊണ്ട് എന്ത് വൃത്തികേടും കാണിക്കാൻ, എന്ത് കുറ്റകൃത്യം ചെയ്യാൻ, അരുതാത്ത പ്രവണതകൾ ശീലമാക്കാനൊക്കെ യാതൊരു പ്രയാസവുമില്ല. കാരണം നമ്മളെയൊക്കെ വിസ്മയിപ്പിക്കുന്ന വെള്ളിത്തിരയുടെ ഭാഗമാണ് ആളുകൾ. ഇവരെ ആരാധിക്കാൻ ആളുകൾ, ഇവർ പറയുന്നതിന് കൈയടിക്കാൻ ആളുകൾ. ഇപ്പോൾ മലയാള സിനിമയിലെ വിഷയങ്ങൾ ഇന്നൊന്നുമില്ല തുടങ്ങിയതല്ല. വിനയനടക്കമുള്ള ആളുകൾക്കെതിരെ വന്നിട്ടുള്ള വിലക്കുകൾ, അതിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള എന്തെല്ലാം കഥകളാണ്, എന്തൊക്കെ മോശപ്പെട്ട കഥകളാണ് നമ്മൾ കേട്ടത്. ആ വർത്തമാനങ്ങളെ, ആ ചർച്ചകളെ എല്ലാം നമ്മൾ ചവിറ്റുകുട്ടയെ തള്ളിയില്ലേ? നമ്മുടെ പൊതുസമൂഹം ചവിറ്റുകുട്ടയെ തള്ളിയില്ലേ? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? സൂപ്പർ താരങ്ങളടക്കം താരരാജാക്കന്മാരടക്കമാണ് കുറ്റകൃത്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്, അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്നവരെ സഹായിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ വിനയനടക്കമുള്ള ആളുകൾ പറഞ്ഞത് സത്യമായിരുന്നു തെളിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? ഒരു കോമ്പറ്റീഷൻ കമ്മീഷൻ്റെ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല നമ്മുടെ പ്രധാനമായി നമ്മൾ നോക്കേണ്ടത്, നമ്മുടെ പ്രധാനപ്പെട്ട നടന്മാർ, നടിമാർ, രാജാക്കന്മാർ, ഇവരുടെയൊക്കെ വണ്ടി ഓടിക്കുന്ന ആൾ, ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുടെയൊക്കെ ഒരു ഐഡന്റിറ്റി നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. പ്രധാനപ്പെട്ട ഇതൊക്കെ പറയുമ്പോഴും താങ്കൾ ഒരു ഇടതു സംഘടനയുടെ യുവജന നേതാവാണല്ലോ. ഇതിൽ അമ്മ യോഗത്തിൽ സംസാരിച്ചവരാരൊക്കെയാണ്? അതിൽ മുകേഷ്, ഇന്നസെന്റ്, ഇവരുടെയൊക്കെ രാഷ്ട്രീയം എന്താണ്? ഇവരൊക്കെ ഏത് പക്ഷത്തെ പ്രതിനിധീകരിക്കുന്നു? അവരുടെ നിയമസഭാ മണ്ഡലങ്ങളിലോ ലോക്സഭയിലോ ഒക്കെ ഏത് പക്ഷത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്? ഗണേഷ് കുമാറിന് നേരത്തെ ഒരു രാഷ്ട്രീയമുണ്ടായിരുന്നു, അദ്ദേഹം ഇപ്പോൾ ഏത് ഭാഗത്താണ് നിൽക്കുന്നത്? അടിസ്ഥാനപരമായി പിശകുള്ളത് അവരുടെ രാഷ്ട്രീയ സമീപനം അവരുടെ രാഷ്ട്രീയ പാരമ്പര്യവുമായി ചേർന്ന് നിൽക്കുന്നതായിരുന്നു അവരുടെ ആ ദിവസങ്ങളിലെ പ്രതികരണങ്ങൾ. ഈ സംഭവത്തിൽ ആരോപണ വിധേയരായവരെ പിന്തുണയ്ക്കുക എന്നതിനപ്പുറത്തേക്ക് അവരൊക്കെ എന്താണ് ചെയ്തിട്ടുള്ളത്? ഞങ്ങൾ ഈ ഇരയ്ക്കൊപ്പമാണ്, എന്നാൽ ഞങ്ങൾ ആരോപണ വിധേയർക്കൊപ്പമാണ് എന്ന് പറയുമ്പോൾ എത്ര അപഹാസ്യമാകുന്നു ആ നിലപാട്. എന്തുകൊണ്ടാണ് അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിച്ച് അവരെ തള്ളി പറയാൻ കഴിയാത്ത പോകുന്നത്? അവർക്ക് മുകേഷിന്റെ കാര്യത്തിൽ മുകേഷിനെതിരെ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. കേരളീയ പൊതുസമൂഹം അവരുടെ ഇടപെടലുകളെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ച കലാകാരന്മാരെ വിലക്കുവാൻ നേതൃത്വം കൊടുത്ത ആ അമ്മയുടെ ഭാഗമായിരുന്നു അവർ. അവരുടെ നിലപാടുകൾ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. അവരുടെ അത്തരം നിലപാടുകൾ തന്നെ തുടരുന്ന കാഴ്ചയാണ് നമുക്കന്ന് അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ ജനപ്രതിനിധിയായ അല്ല എന്ന് ഇന്നസെന്റ് പറയുകയാണ്. അത്തരത്തിലുള്ള നിലപാടുകളൊക്കെ എങ്ങനെയാണ് സ്വീകരിക്കാൻ കഴിയുക? അത്തരത്തിലുള്ള നിലപാടുകൾ സിനിമയിൽ സാധ്യമാണ്. ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ കഴിഞ്ഞ് വേറെ ലൊക്കേഷൻ പോകുമ്പോൾ വേറെ കഥാപാത്രം. ഇവിടെ അബൂബക്കറാണെങ്കിൽ അപ്പുറം ചെല്ലുമ്പോൾ വേലായുധനാകും. അതുപോലുള്ള നിലപാടുകളൊന്നും ഗുണകരമല്ല. അത്തരം നിലപാടുകൾ തിരുത്തിയില്ലെങ്കിൽ അത് ഇടതുപക്ഷത്തിൻ്റെ മുഖം അടക്കം വികൃതമാകുന്ന സാഹചര്യം ഉണ്ടാകും. യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. മാത്രമല്ല അവിടുത്തെ ആക്രോശം പ്രതികരിച്ചു. ആ അമ്മയുടെ ജനറൽ ബോഡിക്ക് ശേഷം നടന്ന ആ ആക്രോശം, കൂകൽ എത്ര നാണക്കേടാണ്. ഇരയ്ക്കൊപ്പം എന്ന് പറയുന്ന ആളുകൾ ഇരയ്ക്ക് അത്രയും വലിയ അപകടം ഉണ്ടായപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അധികം പാതിരാത്രി ആയൊന്നുമില്ല, 7:30 മണി സമയത്ത് ഇത്രയും വലിയ നെറികേട്, ഇത്രയും വലിയ വൃത്തികേട്, സ്വന്തം മക്കൾ എന്ന് പറയുന്ന, മകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു മകൾക്ക് അത്രയും വലിയ ദുരന്തം ഉണ്ടായപ്പോൾ ഈ ആക്രോശം നമ്മൾ കണ്ടില്ല. മുഖ്യമന്ത്രി വിളിച്ചു, DGP വിളിച്ചു, അവിടെ തീർന്നു. ഈ ആക്രോശം നടത്തിയ നടിമാർ, നടന്മാർ, പ്രമുഖർ ഇവരാരും ആ സമയത്ത് പ്രതികരിച്ച് കണ്ടില്ല. ഇത്തരത്തിലുള്ള സംഘടനകളെ പരിശോധിക്കേണ്ടതാണ്. താരപരിവേഷം ഉണ്ടെന്ന് കരുതി എല്ലാവരും ആരാധിക്കുന്നതിനാൽ ഇവർ നടത്തുന്ന വൃത്തികേടുകൾ, ഇവരുടെ ഭാഗമായി നടക്കുന്ന അരുതാത്ത പ്രവണതകൾ അതൊക്കെ പരിശോധിക്കുകയും പൊതുസമൂഹം അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യണം. പ്രതികരിക്കേണ്ട സമയത്ത് പൊതുസമൂഹം പ്രതികരിക്കാത്തതിൻ്റെ അപകടങ്ങളാണ് ഈ സിനിമാ മേഖലയിൽ നിലനിൽക്കുന്നതെല്ലാം തന്നെയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശ്രീ അലി അക്ബർ, ഇവിടെ ഇപ്പോൾ ഈ വിഷയം തുടർച്ചയായി മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്നതിനെതിരെ ചലച്ചിത്ര പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. ഈ നവമാധ്യമങ്ങളിലൂടെയൊക്കെ ചലച്ചിത്ര പ്രവർത്തകർ, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല ഈ ഇദ്ദേഹത്തെ പോലെയുള്ള സമുന്നതരായവരൊക്കെ ഇങ്ങനെ പ്രതികരിക്കുമോ എന്ന്. അവർ ചോദിക്കുന്നത്, കേരളത്തിൽ നേഴ്സുമാർ സമരം നടത്തുന്നു, നിങ്ങൾ എന്തുകൊണ്ട് അത് ചർച്ച ചെയ്യുന്നില്ല? വിലക്കയറ്റമുണ്ട്, ഇത് നിങ്ങൾ എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? നിങ്ങൾ നിരന്തരമായി ഈ നടിയുടെ വിഷയം ചർച്ച ചെയ്യുകയാണ്, ഇത് കുറച്ച് കടന്നു പോകുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഈ നടിക്കെതിരെ ഉണ്ടായ അതിക്രമം, അവർക്കെതിരെ ഉണ്ടായ ക്രൂരത,
ആ വിഷയത്തിലെ പ്രതികളെ, യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്ന ആ പ്രോസസ്സിൽ എവിടെയെങ്കിലും വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഇത്തരം ചർച്ചകൾ പോലും പലരെയും നോവിക്കുന്നത് കൊണ്ട് അത് ഒഴിവാക്കിക്കൂടെ എന്ന് ചലച്ചിത്ര പ്രവർത്തകർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ചർച്ച നടത്തുന്ന പല ദിവസങ്ങളിലും അത് നേരിട്ട് ചോദിക്കുന്നില്ലെങ്കിലും നവമാധ്യമങ്ങളിലൂടെയൊക്കെ പ്രചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ശ്രീ അലി അക്ബർ, ഞാൻ താങ്കളിലേക്ക് വരാം. സാങ്കേതിക പിഴവുണ്ട്, പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ശ്രീ സജീവ് ടി പ്രഭാകർ, ഇന്നലെ നമ്മൾ ഈ വിഷയം ഉന്നയിച്ചതാണ്. ഒരുപക്ഷെ ഈ സിനിമാ മേഖലയിൽ ഈ അന്വേഷണവുമായുള്ള നിസ്സഹകരണവും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഈ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ സെൻകുമാറിൻ്റെ നിലപാട് എന്തായിരുന്നു ഈ വിഷയത്തിലെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. ഇതിൽ ഒരു അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ഒരു ഉദ്യോഗസ്ഥ സന്ധ്യയുടെ കാര്യത്തിൽ അവർ ഇതിൽ ഒരു തരത്തിലുള്ള ഏകോപനത്തിനും ശ്രമിക്കുന്നതേ ഇല്ല, ഇത് തുലഞ്ഞു പോകും എന്ന് മുൻ DGP പറയുകയാണ് ഈ അന്വേഷണം. ആ നിലയിലൊക്കെ അവരുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലും ഈ കേസിൽ യഥാർത്ഥത്തിൽ വസ്തുതകളിലേക്ക് അന്വേഷണ സംഘത്തിന് എത്താൻ കഴിയുമോ എന്ന ആശങ്ക പൊതുസമൂഹത്തിനിടയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസങ്ങളിലെ നടപടികൾ കാണുമ്പോൾ ആ ഏകോപനം ഉണ്ടായിട്ടുണ്ടോ? പോലീസിൽ കുറെ കൂടി ജാഗ്രത ഈ അന്വേഷണ സംഘം പുലർത്തുന്നുണ്ടോ? യഥാർത്ഥ അന്വേഷണ സംഘ തലവന് കാര്യങ്ങൾ കൃത്യമായി എത്തുന്നുണ്ടോ? DGP ഇത് കൃത്യമായി പരിശോധിക്കുന്നുണ്ടോ? തുടങ്ങിയ ആശങ്കകൾക്ക് പരിഹാരം ആയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു ഇപ്പോൾ നടക്കുന്ന അന്വേഷണം കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ശേഖരിച്ചിട്ടുണ്ട്. അതിലേക്ക് എത്തുന്നതിന് വേണ്ടി അവർ കുറച്ച് സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും കൊണ്ട് ഒരു 120B പ്രൂവ്ഡ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്ന്. രണ്ടാമത്, ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥ ആരും ആയിക്കോട്ടെ, അവർ ഈ വിളിച്ചു വരുത്തുന്ന ആളുകളിൽ നിന്നും കുറച്ച് ഡാറ്റ എടുക്കുന്നേ ഉള്ളൂ. അതായത് നിങ്ങൾ അന്നത്തെ ദിവസം നിങ്ങൾ സൈറ്റിലുണ്ടായിരുന്നോ, അവർ അന്നത്തെ ഫോൺ കോൾസ് റെക്കോർഡ്സ് നോക്കുക, ആ റെക്കോർഡ്സ് നോക്കിയിട്ട് അന്നത്തെ ദിവസം ഉണ്ടായിരുന്നു. ഇപ്പോൾ എക്സാമ്പിൾ, സുനിക്ക് 2 ലക്ഷം രൂപ കൊടുത്തു എന്നുള്ളൊരു വേർഷൻ ഞാൻ എവിടെയോ കേട്ടു. ലക്ഷയിൽ നിന്നാണ് കൊടുത്തതെന്ന് പറഞ്ഞു. അവിടെ നിന്നാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അതിൻ്റെ ഡാറ്റ കിട്ടിയിട്ടുണ്ട് എങ്കിൽ ആ ഒരൊറ്റ കാര്യം പോരെ. പക്ഷേ അതിൽ സെൻകുമാർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവിടെ പരിശോധന നടത്തിയത് ഏറെ വൈകിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ ആരോപണ വിധേയരെ ചോദ്യം ചെയ്തതിന് ശേഷം 1-2 ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് അവിടെ പരിശോധന നടക്കുന്നത്. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ട് എങ്കിൽ അത് എത്ര നാൾ മുമ്പ് നടന്നിട്ടുണ്ടാകും? അതിന്റെ എന്ത് രേഖയാണ് അവിടെ ഉണ്ടാവുക? ഇല്ല, എനിക്ക് പണം കിട്ടി എന്ന് സുനിൽ പറഞ്ഞാൽ തീർന്ന വിഷയമല്ലേ ഉള്ളൂ. ഒരു പ്രതിയുടെ വിശദീകരണത്തിന് അടിസ്ഥാനത്തിൽ ഇല്ല, അവിടെ പ്രതിയല്ല, പ്രതി പറയുന്നു ഞാൻ ചെയ്തതിന് എനിക്ക് പണം കിട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യേണ്ട ബാധ്യത ആർക്കാ വരുന്നത്? ഈ പ്രതി ബോധപൂർവമായി ഈ 1-2 ആളുകളെ ലക്ഷ്യം ആക്കി ഇത്തരം ആരോപണങ്ങൾ, ഇത്തരം മൊഴികൾ നൽകിക്കൊണ്ടേ ഇരുന്നാലോ അന്വേഷണത്തെ തെറ്റിദ്ധരിപ്പിക്കുക? ഇല്ല, ആദ്യം വരുന്ന വേർഷൻ നമ്മൾ നോക്കുക. ആദ്യം വരുന്ന കത്തിൽ തന്നെ ഇതിനൊരു ഉള്ളടക്കമുണ്ട്. ആ കത്ത് ഒരിക്കലും എന്താ പറയുന്നത്, ഞാൻ പറഞ്ഞിട്ടല്ല എഴുതിയെന്നുള്ള വേർഷൻ സുനിൽകുമാറിന് വന്നിട്ടില്ല. പക്ഷേ ആ കത്ത് ജയിൽ ഉദ്യോഗസ്ഥരും സുനിലും ഭീഷണിപ്പെടുത്തി എഴുതിച്ചതാണെന്ന് മറ്റൊരു സഹതടവുകാരനായ വിപിൻലാൽ പറയുന്നുണ്ട്. അതെ, സുനിൽ ഭീഷണിപ്പെടുത്തി എഴുതിച്ചു എന്ന് തന്നെ വെക്കുക. സുനിലിൻ്റെ വേർഷൻ എന്താ? ഞാൻ ചെയ്ത കൃത്യത്തിന് എനിക്ക് കാശ് കിട്ടുന്നു, ശരിയല്ലേ, എനിക്ക് ഇത്ര രൂപ കിട്ടാണ്ട്. അതിന് വിളിക്കുന്ന ആരെയാണ്? വേറെ ആരെയല്ല, ഈ പറയുന്ന നടനുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ തന്നെ. ഇപ്പം ചോദ്യം ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കുക. നടൻ്റെ സുഹൃത്ത്, നടൻ്റെ കൂടെ ഫോറിൻ പ്രോഗ്രാംസിന്, മിമിക്രി, കോമഡി, വാട്ട് എവർ ഇറ്റ് ഈസ്, അതിന് പോകുന്ന ആളുകളെ മാത്രമേ വിളിക്കുന്നുള്ളൂ. പ്ലസ് ബിസിനസ് സാമ്രാജ്യം ആരൊക്കെയാണോ അവർ. ഇതിൽ നിന്നും ഈ നടിയും ഈ നടനും തമ്മിൽ എന്തൊക്കെ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ നടിക്ക് വേണമെങ്കിൽ പറയാം എൻ്റെ സാമ്പത്തിക ഇടപാടുകൾ ഇന്നതാണ്, അതിൽ നിന്നും ഇയാൾക്ക് എന്നോട് വൈരാഗ്യമുണ്ട്, ഇയാളായിരിക്കാം ചെയ്തത് എന്നുള്ളൊരു വേഷം വന്നാൽ അറസ്റ്റ് ചെയ്യാൻ എന്താ ബുദ്ധിമുട്ട്? ഇല്ലേ? പോലീസ് എന്തുകൊണ്ട് ചെയ്യുന്നില്ല? വീണ്ടും ലാഗ് ചെയ്ത് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഞാൻ അറസ്റ്റ് ചെയ്യൂ, അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് കേസ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പറയുന്നത് ഇതൊരു സെലിബ്രിറ്റി ആയത് കാരണം ഇങ്ങനെ പോകുന്നു. ഒരു സാധാരണക്കാരനാണെങ്കിൽ പോലീസ് എപ്പോഴേ അറസ്റ്റ് ചെയ്തതിനെ ഇവരെയൊക്കെ, ശരിയല്ലേ? പക്ഷെ എല്ലാ പഴുതുകളും അടച്ച് മാത്രമേ ഇതിലെ പ്രതികളെ എല്ലാ പഴുതും അടച്ച് ഏത് കേസിലാണ് അറസ്റ്റ് നടന്നിട്ടുള്ളത്? ഈ നാട്ടിൽ ക്രിമിനൽ വ്യവസ്ഥ എല്ലാം സംബന്ധിച്ച് എല്ലാ തെളിവ് നിയമങ്ങളും ബാധിച്ച്, എല്ലാ വ്യവസ്ഥകളും ബാധിച്ച്, എല്ലാം കൃത്യമായി അറസ്റ്റ് ചെയ്ത് താങ്കൾ ക്രിമിനൽ കേസുകൾ നിരവധി ഹൈക്കോടതിയിലും കീഴ്ക്കോടതികളിലും അതിൽ ഹാജരാവുകയും അതിൽ വിചാരണയിലടക്കം പങ്കാളിയാവുകയും ചെയ്തിട്ടുള്ള ആളാണ്. താങ്കളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പുറത്തു വന്ന തെളിവുകൾ
ഈ കേസിലെ ആരോപണ വിധേയരുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ മതിയായവയാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അത് പൂർണ്ണമായിട്ടും, കാരണം അതിലിപ്പോൾ ഞാൻ വന്നിട്ടുള്ള തെളിവുകൾ എന്തൊക്കെയെന്ന് പറഞ്ഞാൽ സുനിൽ എഴുതി എന്ന് പറയപ്പെടുന്ന കത്ത്, സുനിൽ ചെയ്ത ഫോൺ കോൾസ്, ആ ഫോൺ കോൾസിൽ നാദിർഷ പറയുന്നു എന്നെ വിളിച്ചിട്ടില്ല, എനിക്ക് കണ്ടിട്ടില്ല, എൻ്റെ അടുത്ത് അപ്പുണ്ണിയാണ് വിളിച്ചത്. വേർഷൻ ഞാനിപ്പോൾ ഓർത്തുകൊണ്ട് പറയാം, അപ്പുണ്ണിയാണ് എന്നോട് പറഞ്ഞത്. അതേസമയം ഫോൺ കോൾസ് പ്രൂവ് ചെയ്യുന്ന എന്താണ്, സുനിൽ ജയിലിൽ നിന്ന് നേരിട്ട് നാദിർഷയെ വിളിച്ചു. വൈ ഹി സപ്രസ് ദാറ്റ്? അത് ആർക്കാണ് എതിരാവുന്നത്? നാദിർഷക്കെതിരാണ്. ദിലീപ് ഈ സുനിലിനെ അറിയില്ല എന്ന് പറയുന്നു. അറ്റ് ദ സെയിം ടൈം ഈ അയാളുടെ സൈറ്റിൽ ലൊക്കേഷൻസിൽ ഇയാളുടെ പ്രസൻസ് കാണുന്നുണ്ട്. അറിയില്ല എന്ന് പറയുന്നതിൽ എവിടെ ഒരു വേർഷൻ, ഒരു പെശകുണ്ട്. അപ്പം നാദിർഷയിൽ നിന്നും പിന്നെ ലിങ്ക് എങ്ങടാ പോവുക? ഒരിക്കലും ധർമ്മജനിലോട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളിലോട്ടോ അല്ല പോവുക, അത് നേരെ പോകുന്നത് ദിലീപിലേക്ക് തന്നെയാണ്. അപ്പോൾ അവിടെ നിന്നും ചുവട് പിടിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ പോകുന്ന എവിടെയാണ്? ലക്ഷ്യയിലേക്ക്. ലക്ഷ്യ ആരാണ്? ഇപ്പോൾ ഈ നടൻ്റെ ഭാര്യ തന്നെയാണ്, ഇല്ലേ? അവരിൽ നിന്നും ആരാണ്? അതിൻ്റെ ഇടയ്ക്കൊരു മറ്റേ അഡ്വക്കേറ്റ് ഫെനിയുടെ ഒരു ഡയലോഗ് വരുന്നുണ്ട്, ഒരു മാഡം പറഞ്ഞു. ആരാണ് ഈ മാഡം? ഇതൊക്കെ പോലീസിന് കൃത്യമായിട്ട് അറിയാം. പോലീസ് ഒരു പക്ഷേ ഇത് ഡിസ്ക്ലോസ് ചെയ്യാത്ത ഈ പറഞ്ഞ എല്ലാം ക്ലിയർ. അതാണ് ഞാൻ പറഞ്ഞത്, പോലീസ് അതിന്റെ വല വിപുലമാക്കിയ വല ഇപ്പോൾ ചുരുക്കി 3-4 പേരിലേക്കായിരിക്കാം എത്തുന്നത്. നമ്മൾ പുറമേക്ക് കാണുന്നതിലും കുറെ കൂടി വിവരങ്ങൾ പോലീസിനുണ്ടാവില്ല. പോലീസ് വളരെ വിജിലന്റ് ആണ് ഈ കാര്യത്തിൽ. പോലീസ് വിജിലന്റ്, കാരണം പ്രത്യേകിച്ച് സെൻകുമാറിന്റെ വേർഷൻ വരുന്നു, പ്ലസ് ബെഹ്റ വളരെ സ്ട്രോങ് ആവുന്നു, മുഖ്യമന്ത്രിക്കെതിരെ കുറച്ച് ആരോപണങ്ങൾ വരുന്നു, രാഷ്ട്രീയമായിട്ട് ഒരു നിക്കക്കളില്ലാത്ത അവസ്ഥയിലോട്ട് നമ്മുടെ ഗവൺമെന്റ് വരുന്നു. ഓട്ടോമാറ്റിക് എല്ലാ പ്രഷറും കൂടി വരുമ്പോൾ ഈ അന്വേഷണ സംഘം കുറച്ചുകൂടി വിജിലന്റ് ആണ്. അവർ നടത്തിക്കൊണ്ടിരിക്കുന്നതിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ശ്രീ അലി അക്ബർ, ഞാനതാണ് താങ്കളോട് കഴിഞ്ഞ തവണ ചോദിച്ചത്. അന്വേഷണ സംഘം ഇപ്പോൾ വിജിലന്റ് ആണ്, പോലീസ് വിജിലന്റ് ആണ്, രാഷ്ട്രീയ നേതൃത്വവും വിജിലന്റ് ആണ്. കാരണം ഇത് അങ്ങനെ തേച്ചു മായ്ച്ചു കളയാൻ പറ്റുന്ന ഒരു കേസല്ല. കാരണം ഒരു ക്രൈമാണ്. ക്രൈം എന്നത് ചെറിയ ക്രൈം അല്ല, നമ്മളുടെ സമൂഹ മനസാക്ഷിയെ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ്. ദില്ലിയിലൊക്കെ ഒരു പെൺകുട്ടിക്കുണ്ടായ ക്രൂരത അത് രാജ്യം മുഴുവൻ ചർച്ചയാവുകയും തെരുവിലിറങ്ങുകയും ചെയ്തതാണ്. ഏതാണ്ട് അതിനോട് അടുപ്പിച്ച് വരുന്ന ഒരു ക്രൂരത ആണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. അത്രത്തോളം വലിയ ക്രൈമാണ് നടന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ താങ്കളോട് ചോദിച്ചത് അതിൽ നിരന്തരമായ മാധ്യമ ചർച്ചകൾ എന്തിനു നടത്തുന്നു എന്ന് ചലച്ചിത്ര മേഖലയിലുള്ളവർ നമ്മളോട് ചോദിക്കുകയാണ്. നേരിട്ട് ചോദിക്കുന്നില്ലെങ്കിലും നവമാധ്യമങ്ങളിലൂടെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് മറ്റൊന്നും ചർച്ച ചെയ്യാനില്ലേ? വിലക്കയറ്റമുണ്ടല്ലോ, നേഴ്സുമാരുടെ സമരമുണ്ടല്ലോ, അതൊന്നും ചർച്ച ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ഇതിൽ മാത്രം ചർച്ച എന്തിന് കേന്ദ്രീകരിക്കുന്നു എന്ന് ചോദിക്കുന്നു ചലച്ചിത്ര മേഖലയിലുള്ള പല പ്രമുഖരും, നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും ചോദിക്കുന്നു ആ ചോദ്യം. അതായത് ഇത്തരം ചർച്ചകൾ പോലും ഉൾക്കൊള്ളാൻ, അതിലെ ചോദ്യങ്ങളോട് പോലും പ്രതികരിക്കാൻ ഈ സിനിമ മേഖല തയ്യാറല്ല എന്നത് അങ്ങേയറ്റം ഖേദകരമല്ലേ? സിനിമ ചോദ്യം പാടില്ലാത്തൊരു മേഖലയാണെന്നൊരു ധാരണയുണ്ട്. സിനിമാക്കാർക്ക് ആരെ വേണമെങ്കിലും ചോദ്യം ചെയ്യാം, സിനിമാക്കാരെ ആർക്കും ചോദ്യം ചെയ്യാൻ പാടില്ല. ഇപ്പം സിനിമാക്കാർക്ക് എതിരെ ചോദ്യം ചെയ്തിട്ട് 7 വർഷമായി എൻ്റെ വായ്ക്കരിയിട്ടിട്ട്, വിനയൻ്റെ വായ്ക്കരിയിട്ടിട്ട്. അപ്പം ചോദ്യം ചെയ്യുക, ഞങ്ങൾ ചോദ്യങ്ങൾക്ക് അതീതരാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഇവിടുത്തെ സൂപ്പർ താരങ്ങൾ. ആ സൂപ്പർ താരങ്ങളെ സഹായിക്കുന്നതാണ് ഭരണകൂടം. ഈ ഭരണകൂടത്തിനൊരു നിർബന്ധമുണ്ട്, ഈ താരങ്ങൾ ഒരിക്കലും ഇമേജ് താഴ്ന്നു പോകാൻ പാടില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് ഭരണകൂടത്തിനെ ബാധിക്കും. ഞങ്ങളുടെ വലം കയ്യും ഇടം കയ്യുമല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യമായിട്ട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഇതിനെ അടച്ച് ഇല്ല, ഇനി ഇതിൽ ഗൂഢാലോചന ഇല്ല എന്ന് പറയുന്നിടത്ത് ജനം ആദ്യം സംശയിച്ചു. ജനങ്ങൾക്ക് സംശയം കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത്. ജനങ്ങളുടെ സംശയം മാച്ചു കളയാൻ പറ്റില്ല. ജനങ്ങളുടെ സംശയം മാച്ചു കളയണമെങ്കിൽ എങ്ങനെയാണ് പൾസർ സുനിൽ എന്ന് പറയുന്ന ക്രിമിനൽ സിനിമ എത്തിയത്? എന്താ നമ്മുടെ ഇപ്പോഴത്തെ ഒരു MLA അദ്ദേഹത്തിന്റെ ഡ്രൈവറായിരുന്നില്ലേ? പൾസർ സുനിനെ കുറിച്ച് ഒരക്ഷരം അദ്ദേഹം സംസാരിച്ചോ? അപ്പൊ സിനിമാക്കാർ തന്നെയാണ് സിനിമാക്കാരുടെ ജാതകം കുറിക്കുന്നത്, അത് മറ്റുള്ളവരല്ല. സിനിമാക്കാർ ചോദ്യം ചെയ്യപ്പെടണം. ഇന്ന് വരെ ചോദ്യം ചെയ്യപ്പെടാത്തതിന്റെ കുഴപ്പമാണ് പൾസർ സുനിയെ പോലുള്ള ആൾക്കാർ ഇതിനകത്ത് കയറി പറ്റിയത്. ഞങ്ങൾ ഇതിനു മുമ്പ് ഈ സംഘടനയൊക്കെ ഉണ്ടാകുന്നതിന് മുന്നേ മാന്യമായിട്ട് നടന്നാണല്ലോ സിനിമകളൊക്കെ. ഈ സംഘടന വന്നപ്പോഴാണല്ലോ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായത്, ഈ ഗുണ്ടകൾ ഉണ്ടായത്, ഇങ്ങനെ പറയുന്ന ബ്ലാക്ക് മണി അതിലേക്ക് കടന്നു വന്നത്, ഹവാലകൾ കടന്നു വന്നത്. ഇത് മുൻപ് ഒരിക്കലും ഉണ്ടാവാത്ത രീതിയിലാണല്ലോ സിനിമയിലേക്ക് ഇതെല്ലാം വന്നത്. ഈ പറയുന്ന ഈ നടന്റെ കൂട്ടുകാർ ആരൊക്കെയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്? വലിയൊരു ക്രിമിനൽ ഉണ്ടായിരുന്നില്ലേ? അദ്ദേഹത്തിന്റെ ഫോട്ടോയും അദ്ദേഹത്തിന്റെ കാറും വെച്ച് ഇവിടെ പടം അച്ചടിച്ച് വന്നില്ലേ?
അപ്പോൾ ഒന്നും അങ്ങ് മായ്ച്ചു കളയാൻ പറ്റില്ല. സിനിമയിൽ ക്രിമിനൽസ് ഉണ്ട്, ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അതിന് ചോദ്യം ചെയ്യപ്പെടണം. ഇതിലെ മോശപ്പെട്ട വസ്തുതകളെ മായ്ച്ചു കളയണം. എന്നിട്ട് ഇത് കലാകാരന്മാരുടെ ലോകമാണ്, സൊസൈറ്റിയുടെ ഒരു ബാധ്യതയുള്ള ആൾക്കാരാണ് കലാകാരന്മാർ. എന്തിനാ ഇങ്ങനെ മടിച്ചു നിൽക്കുന്നത്? തന്നിൽ പുഴുക്കുത്തുണ്ടെങ്കിൽ ആ പുഴുക്കുത്ത് എടുത്തു കളയണം. ഞാൻ ഈ പറയുന്നത് ദിലീപ് കുറ്റക്കാരനാണ് എന്നുള്ള അർത്ഥത്തിലല്ല, കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ മറച്ചു വെക്കാൻ പാടില്ല. ശരി, ഞാൻ വരാം ശ്രീ അലി അക്ബർ താങ്കളിലേക്ക്. ശ്രീ അജ്മൽ, ഇവിടെ ചില പോലീസ് ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണവും ഇല്ലാത്ത ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചില റിപ്പോർട്ടുകൾ ഉണ്ടാകുകയും ചില വാർത്തകൾ ഉണ്ടാവുകയും ചില ചർച്ചകളൊക്കെ നടക്കുകയും ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഏതെങ്കിലും ആളുകളെ വ്യക്തിഹത്യ നടത്താനോ അല്ലെങ്കിൽ അവരെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് കാര്യങ്ങൾ നേടാനോ അല്ലെങ്കിൽ അവർക്കെതിരെ ഇതിൽ മുഴുവൻ ചോദ്യ മുനകളും തിരിക്കാനോ ശ്രമം നടക്കുന്നുണ്ട് എന്ന ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ള വലിയൊരു വിഭാഗത്തിന്റെ വാദങ്ങളോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കും? താങ്കളുടെ ചലച്ചിത്ര മേഖലയിൽ എറണാകുളത്ത് കേന്ദ്രീകരിച്ച് വലിയ റിയൽ എസ്റ്റേറ്റ് ഗുണ്ടാ മാഫിയ വളരുന്നുള്ളത് എല്ലാവർക്കും അറിയാം, പകൽ പോലെ അറിയാവുന്ന സത്യമാണ്. ഞാനൊരു 3 വർഷങ്ങൾക്ക് മുമ്പൊന്ന് കിടക്കുക, ഈ വരുന്ന 4 പേര് എൻ്റെ ഒരു വേണ്ടപ്പെട്ട പ്രവാസിയെ പറ്റിച്ചിട്ട് 60 ലക്ഷം രൂപ പറ്റിച്ച് വന്നൊരു കേസുണ്ടായിരുന്നു. അതൊരു പ്രമുഖ നടൻ ഒരു വലിയൊരു ഇതിൽ വന്ന് ഒരു ഇഷ്യൂലേക്ക് വന്നു പോയപ്പോൾ സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിൽ നിന്നും വേണ്ടപ്പെട്ട ആൾക്കാരെ കേസ് ഒതുക്കുമായിരുന്നു. ഇല്ലെങ്കിൽ ആ ഗുണ്ടാ മാഫിയോ ഇല്ലെങ്കിൽ ആ റിയൽ എസ്റ്റേറ്റ് മാഫിയ അന്ന് അവസാനിക്കുന്ന യഥാർത്ഥത്തിൽ കേസ് അന്വേഷിച്ച് പോവുകയാണെങ്കിൽ ദൃശ്യമാധ്യമങ്ങളുടെ പോസ്റ്റ് അടക്കം വന്നതാ. ആ കേസ് അവിടെ എത്തി, ആ കേസ് അന്വേഷിച്ചിട്ട ആലുവയില് വ്യാജ സ്ഥലം കാണിച്ച് 60 ലക്ഷം രൂപ ഒരു പ്രവാസിയെ പറ്റിച്ചിട്ടുണ്ട്. അത് മലയാള സിനിമ അറിയപ്പെട്ട പ്രമുഖ നടനാണ്. അതിനെക്കുറിച്ച് അന്വേഷണം മുന്നോട്ട് പോയോ? ഇല്ല. എന്ന് വെച്ചാൽ റിയൽ എസ്റ്റേറ്റ് ഗുണ്ടാ മാഫിയ മലയാള സിനിമയിൽ ഒരു തമ്പടിച്ച് എറണാകുളത്ത് പ്രതികരിച്ചിരിക്കുന്നുണ്ട്, ഒരു സംശയമില്ല. അതുപോലെ തന്നെയാണ് ഇനി മുന്നോട്ട് പോയിക്കൊണ്ട് ഈ അന്വേഷണത്തിൽ തൃപ്തിരാമല്ല. ഇപ്പം നല്ല രീതിയിൽ പോകുന്ന ചില തോന്നലുണ്ട്, പക്ഷേ നല്ല രീതിയിൽ പോയാൽ സർക്കാരിന് ഒരു പന്തൂവലായിരിക്കും ഇത്. ഇല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ വലിയൊരു സംശയം നിലനിൽക്കുന്നത് മലയാള സിനിമയിൽ നമ്മളെപ്പോലെ പ്രവർത്തകർക്ക് വളരെ മോശമായ പേരാണ് എല്ലായിടത്തും പോകുന്നത്. അത് മാറ്റണം, സത്യം തുറക്കപ്പെടണം. ഏതാണ് മാക്ടാ ഫെഡറേഷൻ്റെ അഭിപ്രായം? ശ്രീ അരുൺ, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സിനിമയിൽ ഇപ്പോൾ ഈ കേസിലെ അന്വേഷണം മുന്നോട്ട് പോവുകയാണല്ലോ, അത് ലക്ഷ്യത്തിലെത്തട്ടെ എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് അവസാനിക്കാതെ ഈ ചലച്ചിത്ര മേഖലയിലെ കള്ളപ്പണം, ഹവാല, ഇപ്പോൾ അദ്ദേഹം ചോദിച്ചതുപോലെ ഗുണ്ട മാഫിയ ബന്ധങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ, നമുക്കറിയാം നമ്മളുടെ താരങ്ങൾക്കെതിരെ നടന്ന സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച പരിശോധനകളുമൊക്കെ നമുക്കറിയാവുന്നതാണ്. അതിനൊക്കെ ആ നിലയ്ക്ക് അത് അവസാനിച്ചു പോവുകയും ചെയ്തു. അതിനപ്പുറത്തേക്ക് സമഗ്രമായി ഈ ചലച്ചിത്ര മേഖലയെ കേന്ദ്രീകരിച്ച് ഒരു പരിശോധനയ്ക്ക് എന്തുകൊണ്ടാണ് രാഷ്ട്രീയ നേതൃത്വം തയ്യാറാകാതെ പോകുന്നത്, ഭരണ നേതൃത്വം തയ്യാറാകാതിരിക്കുന്നത്? കാലങ്ങളായി ഉന്നയിക്കപ്പെടുന്നതാണല്ലോ ഈ വിഷയം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയിട്ടുള്ള അന്വേഷണം സിനിമയിലെ എല്ലാ പുഴുക്കുത്തുകളെയും അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് വളർന്നു വരും എന്നുള്ള പ്രത്യാശയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഞാൻ സിനിമാ പ്രവർത്തകനല്ല, പക്ഷേ സിനിമ കാണുന്ന വ്യക്തിയാണ്. നമ്മുടെ ഏറ്റവും ഇപ്പോൾ പറയാമെങ്കിൽ മാസ് സാംസ്കാരിക മേഖലയാണ് സിനിമ. സാധാരണക്കാരന് ഏറ്റവും കുറഞ്ഞ ചെലവിലുള്ള വിനോദ ഉപാധി. അതിലൂടെ അവൻ നിരവധിയായിട്ടുള്ള താരങ്ങളെ ആരാധിക്കുന്നുണ്ട്. ആരാധനാപാത്രങ്ങളായി നിരവധി താരങ്ങൾ മാറുന്നുണ്ട്. ഈ താരങ്ങൾ ആ താരപരിവേഷം ഉപയോഗിച്ചുകൊണ്ട് കുറ്റകൃത്യങ്ങൾ നടത്തുകയാണ്, മാഫിയ സംഘങ്ങളെ കൊണ്ടുകിടക്കുകയാണ്, മാഫിയ സംഘങ്ങളായി സിനിമാ സംവിധാനങ്ങൾ മാറുകയാണ്. അതെല്ലാം പല പല ഘട്ടങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ്. കുഴൽപ്പണം ഇടപാട് നടത്തുന്ന പ്രമുഖ നടനെ നമ്മൾ കണ്ടതാണ്. ആ അന്വേഷണം എവിടെ എത്തി എന്ന് നമുക്കറിയില്ല. അത്തരത്തിലുള്ള ആശങ്കകൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ നമ്മൾ പല ആളുകൾക്കും വിലക്ക് ഏർപ്പെടുന്നതായി നമുക്ക് കാണാറുണ്ട്. ഇപ്പോൾ വിനയന് വിലക്ക് ഏർപ്പെടുത്തിയില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ കഴിഞ്ഞ അമ്മയുടെ ജനറൽ ബോഡിയിൽ എന്താ പറഞ്ഞത്? ഇനി വിനയന് വിലക്കുണ്ടായിരിക്കുന്നതല്ല, വിനയൻ്റെ വിലക്ക് നീക്കി എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയും നാൾ വിനയന് വിലക്കില്ല എന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഇപ്പോൾ വിനയൻ്റെ വിലക്ക് നീക്കി എന്ന് പറയുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിനയനെ വിലക്കിയത്? ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ അലി അക്ബർ എന്തിൻ്റെ നല്ല നല്ല സിനിമകൾ എടുത്തിട്ടുള്ള ആളാണ് ഇവരെല്ലാവരും. മലയാള സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി നിന്ന ഈ ആളുകളെ, നടന്മാർ സംവിധായകർ മാത്രമല്ല വിവിധ നടിമാരെ ഇതിനു മുമ്പും മാറ്റി നിർത്തിയായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുമ്പോൾ, ഇവരെ ചോദ്യം ചെയ്യുമ്പോൾ ഇവരൊക്കെ വിലക്ക് ഏർപ്പെടുകയാണ്. ഈ വിലക്ക് ഏർപ്പാടുകൾ ഈ സംഘടന തുടങ്ങിയ കാലം പോലെ തുടങ്ങി. സുകുമാരൻ എന്ന് പറയുന്ന മലയാളത്തിൻ്റെ എൻ്റെ പ്രിയങ്കരനായ നടനിൽ തുടങ്ങിയിട്ടുള്ളതാണ് ഈ വിലക്ക് എന്ന് തിലകൻ ചേട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂവിലൂടെ നമ്മൾ അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഈ വിലക്ക് തൻ്റെ ഇടത്തോടെ നിലപാട് പറയുന്ന ആളുകളെയാണ് വിലക്കുന്നത്. തൻ്റെ ഇടത്തോടെ നിലപാട് പറയുന്ന ആളുകളെയാണ് എപ്പോഴും വിലക്കുന്നത്. വിനയനെ നമുക്ക് നന്നായിട്ട് അറിയാം, അലി അക്ബറിനെ നമുക്ക് നന്നായിട്ട് അറിയാം. സുകുമാരൻ മലയാള സിനിമ കണ്ടിട്ടുള്ള ഏറ്റവും തൻ്റെ ഇടയായിട്ടുള്ള നടനാണ് സുകുമാരൻ. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിലക്ക് ഏർപ്പെടുന്നത്?
ഇവരുടെ താല്പര്യത്തിന് അനുസരിച്ച് നിൽക്കാത്തവർ, ഇവർക്ക് ഊതാത്തവർ, ഇവരുടെ സേവ് പിടിക്കാത്തവർ, ഇവരെല്ലാം മാറ്റി നിർത്തുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന മാക്ട ജനറൽ ബോഡിക്ക് ശേഷം നടന്ന ആ പത്രസമ്മേളനത്തിലെ പേക്കൂത്ത് നമ്മൾ കണ്ടതാ. അതടക്കം കുടലൂതാൻ വേണ്ടിയാണ്. ക്ഷമിക്കണം, അമ്മയുടെ ജനറൽ ബോഡിക്ക് ശേഷം നടന്ന ആ പത്ര സമ്മേളനത്തിൽ പിന്നിൽ നിന്നൊക്കെ കൂവുന്ന ആളുകളെ കണ്ടപ്പോൾ കുറേ നടന്മാർക്ക് സേവ പിടിക്കാൻ വേണ്ടി ഈ സേവ പിടിക്കുന്ന ഈ ഉപജാപക സംഘങ്ങൾ ശക്താവുകയാണ്. ഇവരുടെ താല്പര്യം സംരക്ഷിക്കാൻ, സാമ്പത്തിക സംവിധാനങ്ങൾ മെച്ചപ്പെടാൻ വേണ്ടി, അങ്ങനെ പല താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഇത്തരം ഇവർക്കൊക്കെ കിട്ടുന്ന സ്വീകാര്യത ശ്രീ അരുൺ, ഇവരൊക്കെ CPIM-ന്റെ ഒക്കെ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രവർത്തകരാണ്, അല്ലെങ്കിൽ ഇടത് സർക്കാരിനെ പിന്തുണയ്ക്കുന്നവരാണ്. ആ ഒരു പശ്ചാത്തലമുള്ളവരാണിവർ. ഇവരോടൊക്കെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ രീതി ഇതല്ല, നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞു കൊടുത്ത് ഇത് ആവർത്തിക്കരുതെന്ന് പറയാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ നിലയിലുള്ള നടപടികൾ, വിമർശനങ്ങൾ, ചോദ്യം ചെയ്യലുകളൊക്കെ ഇവർ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നുണ്ടാകുന്നില്ലല്ലോ വേണ്ട വിധത്തിൽ. അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ വിജയൻ ആദ്യം എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ചോദ്യം. പിണറായി വിജയനെ ചോദ്യം ചെയ്യണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ഒരു കാര്യം ഞാൻ ചോദിച്ചോളട്ടെ, ഈ കേസ് എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട് മലയാള സിനിമയിലെ പ്രഗത്ഭനായിട്ടുള്ള നടൻ സിദ്ദിഖ് പറഞ്ഞു പ്രതിയെ അറസ്റ്റ് ചെയ്തു, ഇനി തുടർന്ന് എന്തിന് അന്വേഷണം? സിദ്ദിഖ് ആരാണ്? സിദ്ദിഖ് 2ഓ 3ഓ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ച ആളാണ്. ആ സിദ്ദിഖിന്റെ പാർട്ടിയുടെ നേതാവാണ് രമേശ് ചെന്നിത്തല. ആ രമേശ് ചെന്നിത്തലയാണ് ഇപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രി ഇത്തരത്തിൽ വർത്തമാനം പറഞ്ഞു, അതുകൊണ്ട് മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നത്. അൻവർ സാദത്ത് MLA, ഇവിടെ പേര് പറഞ്ഞില്ല അലി അക്ബർ, അൻവർ സാദത്ത് MLA ദിലീപിന്റെ എല്ലാമാണ്, ദിലീപിന്റെ കാര്യസ്ഥനാണ്. ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട്. ഒരു കാര്യം പറയാം, ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി മത്സരിച്ച് വിജയിച്ച മുകേഷ് ആണെങ്കിലും ഇന്നസെൻ്റ് ആണെങ്കിലും ഇവർ രണ്ടുപേരും ആ യോഗത്തിൽ നടത്തിയിട്ടുള്ളത് തെറ്റ് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇടതുപക്ഷത്തിൻ്റെ മുഖം വികൃതമാക്കുന്ന നിലപാടുകളാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. വിനയൻ്റെ കാര്യത്തിലടക്കം ഇന്നസെൻറ്റിന് പിഴ ഏർപ്പെടുത്തിയില്ലേ? വിനയൻ്റെ വിലക്കുമായി ബന്ധപ്പെട്ട് ഇന്നസെൻറ്റിന് കോമ്പറ്റീഷൻ കമ്മീഷൻ പിഴ ഏർപ്പെടുത്തി. അതിനെതിരെ നമ്മൾ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നസെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്നസെൻറ്റിൻ്റെ അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ പ്രസിഡന്റായി നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇന്നസെന്റിന് വേണ്ടി രാപകലില്ലാതെ ആ മണ്ഡലത്തിൽ വോട്ട് ചോദിച്ചിട്ടുണ്ട്. ഇന്നസെന്റിന് വോട്ട് ചോദിച്ചിട്ടുണ്ട്. ഇന്നസെന്റ് നല്ല MP ആണ്, യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷേ എല്ലാ നിലപാടുകളെയും നമ്മൾ അനുകൂലിച്ചോളുന്നുണ്ടോ? പിണറായി വിജയൻ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിണറായി വിജയന്റെ നിലപാടുകളെല്ലാം ശരിയാണെന്ന് പറയേണ്ടതുണ്ടോ? ദീപസ്തംഭം മഹാശരി എന്ന് പറയേണ്ട കാര്യമൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. രാഷ്ട്രീയ നിലപാട്, ഇന്നസെന്റ് പാർലമെന്റിൽ പോയി പ്രസംഗിക്കാൻ പോകുന്നത്, പാർലമെന്റിൽ നിലപാട് സ്വീകരിക്കാൻ പോകുന്നത് ഇടതുപക്ഷത്തിന്റെ നിലപാടാണ്, അല്ല ഇന്നസെന്റിന്റെ വ്യക്തിപരമായ നിലപാടുകളല്ല. എന്ന് കരുതി ഇന്നസെന്റിന്റെ ഭാഗത്ത് പിഴവുകൾ ഉണ്ടാകുമ്പോൾ അത് പിഴവാണെന്ന് ചൂണ്ടിക്കാണിക്കേണ്ടതില്ല. അതല്ലെങ്കിൽ തൊണ്ട തൊടാതെ ഇന്നസെന്റ് അടക്കമുള്ള പൊതുപ്രവർത്തകർ അല്ലെങ്കിൽ ജനപ്രതിനിധികൾ പറയുന്നതെല്ലാം തൊണ്ട തൊടാതെ വിടേണ്ട അവസ്ഥയൊന്നും ഈ കേരളം പോലെ ഇത്രമാത്രം പുരോഗമിപ്പിച്ചിട്ടുള്ള ഒരു സംസ്ഥാനത്ത് ആർക്കും തന്നെ ഇല്ല. ആ നിലപാട് തെറ്റ് തന്നെയാണ്, ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. എന്ന് വെച്ച് ഇന്നസെന്റിന്റെ നിലപാടുകളെല്ലാം തെറ്റായ നിലപാടില്ല. ശ്രീ ബൈജു കൊട്ടാരക്കര ടെലിഫോൺ ലൈനിലോട്. ശ്രീ ബൈജു കൊട്ടാരക്കര, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കിട്ടിയ ഒരു വിവരം താങ്കളോട് ഷെയർ ചെയ്യുകയാണ്. ഈ സിനിമയിൽ തഴയപ്പെട്ടിരുന്നു ഒരു സമയത്ത് എന്ന ഈ ഇരയായ നടിയുടെ അഭിമുഖമുണ്ടായിരുന്നു സമീപകാലത്ത് വന്നത്. ഒരു നടൻ്റെ കാര്യത്തിൽ ഇടപെടൽ അവർ സംശയിക്കുകയും ചെയ്യുന്നുണ്ട്. ആ അഭിമുഖത്തെ പറ്റി പോലീസ് അന്വേഷണം തുടങ്ങി, അത് തയ്യാറാക്കിയ മാധ്യമപ്രവർത്തകന്റെ മൊഴിയെടുക്കും എന്നും അറിയുന്നു. അതുപോലെ ഈ ദിലീപുമായി ബന്ധമുള്ള ആളുകളുടെ സാമ്പത്തിക ഇടപാടോ ബിസിനസ് പങ്കാളിത്തമോ ഒക്കെ ഉള്ളവരെ ചോദ്യം ചെയ്യുകയാണ്. ഇന്ന് ഒരു കണ്ണൂരിലുള്ള തിയേറ്റർ ഉടമ വന്നു, അദ്ദേഹം ശേഷം സംസാരിച്ചപ്പോൾ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. താങ്കൾക്ക് എന്താണ് ഈ അന്വേഷണം ഇപ്പോൾ ഈ ദിവസം എത്തി നിൽക്കുമ്പോൾ അതിനെപ്പറ്റി തോന്നുന്നത്? അത് അതിൻ്റെ ശരിയായ ദിശയിൽ നീങ്ങുന്നുണ്ട് എന്ന് തന്നെയാണോ? അങ്ങനെ ഒരു വലിയ പ്രതീക്ഷയൊന്നും തോന്നുന്നില്ല വിജയകുമാർ. കാരണം അതിനകത്ത് ഉള്ള ഒരു സംഗതി, രണ്ട് കാര്യങ്ങൾ താങ്കൾ ഇപ്പൊ ചോദിച്ചതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ നടിയെ പല സിനിമകളിൽ നിന്നും മാറ്റി നിർത്തി എന്നുള്ളതിനെ കുറിച്ച് അന്വേഷണം ഞാൻ നടക്കുന്നു എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാല് ഈ വിലക്കുകള് ഇവരുടെ ഒരു സ്ഥിരം തൊഴിൽ തന്നെയാണ്. ഇന്ന് നിങ്ങളുടെ ചാനലിൽ തന്നെ, റിപ്പോർട്ടർ ചാനലിൽ തന്നെ നടൻ ശ്രീ ജോയി മാത്യു പറഞ്ഞത് എന്താ? ഞാൻ പറഞ്ഞ ഒരു ചോദ്യത്തിന് മറുപടി ആയിട്ടാണ് അദ്ദേഹം ആ മറുപടി പറഞ്ഞത്. ഞാൻ ചോദിച്ചിരുന്നു, അമ്മയുടെ മീറ്റിംഗിൽ പോയിട്ട് നിങ്ങളുടെ വായിൽ എന്തായിരുന്നു? നിങ്ങളുടെ മുട്ടിടിക്കുന്നുണ്ടോ? നിങ്ങൾ ആണാണോ? ആണാണെങ്കിൽ അവിടെ നിങ്ങൾ സംസാരിക്കാതെ പുറത്തിറങ്ങി വന്നിട്ട് നിങ്ങൾ ഈ ഫേസ്ബുക്കിൽ കുറിക്കുന്നത് ശരിയാണോ എന്ന് കുറിപ്പിട്ടപ്പോഴാണ് അദ്ദേഹം അതിന് മറുപടി ഇന്ന് റിപ്പോർട്ടർ ചാനലിൽ പറഞ്ഞത്. മഹാനടനായ തിലകന്റെ അവസ്ഥ എനിക്കും വരരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അതിന്റെ കാര്യം എന്താ? തിലകനെ വിലക്കിയതുപോലെ അദ്ദേഹത്തെയും വിലക്കും. വിലക്ക് ഇപ്പോഴും ഉണ്ട്. ഈ കുട്ടിയുടെ കാര്യത്തിലും അത് 100% ശരിയാണ്. പല സിനിമകളിൽ നിന്നും ആ കുട്ടിയെ മാറ്റി. എത്ര പേര്, വിനയൻ, ഞാന്, മാക്സ് ആപ്പറേഷനുള്ള എത്രയോ മെമ്പർമാര്, സുകുമാരൻ, ഇതൊന്നും പറഞ്ഞാൽ തീരാത്തത്ര
കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഇത് എവര് കരുതുന്നത്, ഇന്ന് ശ്രീനിവാസൻ ഒരു കാര്യം പറഞ്ഞല്ലോ, ശ്രദ്ധിച്ചോ നിങ്ങൾ ആരെങ്കിലും? നടൻ ശ്രീനിവാസൻ എന്ന് പറഞ്ഞു, ഞാൻ ഇരയോടൊപ്പമാണ്. പക്ഷെ അതിനോട് ചേർത്ത് വായിക്കാൻ പറ്റുന്ന ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു, അമ്മയ്ക്കില്ലാത്ത വേദന എന്തിനാണ് ജനത്തിനെന്ന്, ആരാണ് ഈ ജനം എന്നും അദ്ദേഹം ചോദിച്ചിരുന്നു. ഈ സിനിമാക്കാരൻ ഉണ്ടാക്കി വെക്കുന്ന സാധനം തിയേറ്ററിൽ പോയിരുന്നിട്ട് വെള്ളിത്തിരിയുടെ മുമ്പിൽ പോയി തിയേറ്ററിൽ കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് അവിടെ കയറിയിരുന്ന് കാണുന്ന ഈ പാവപ്പെട്ട ആൾക്കാരെ കുറിച്ചാണ് ചോദിക്കുന്നത്, ആരാണ് ജനമെന്ന്. അപ്പൊ ജനം ഇതൊന്നും അറിയരുത്. താരങ്ങളെന്ന് പറയുന്നത് ഒരു ഉത്തുംഗ ശൃംഗത്തിൽ നിൽക്കുന്ന ഒരു എന്താ പറയാ, ആരും ചോദ്യം ചെയ്യപ്പെടാത്ത, അല്ലെങ്കിൽ ആരും പിന്നെ എന്നൊരു അക്ഷരം പോലും മിണ്ടാത്ത അത്രയധികം ഉയരത്തിൽ നിൽക്കുന്ന ഏതോ ഒരു വിഗ്രഹങ്ങളാണ് എന്നുള്ളൊരു ധാരണയാണ് ഇവർക്കുള്ളത്. പക്ഷെ അതൊന്നും ഈ കേരളത്തിൽ നടപ്പില്ല. ഈ കേസിന്റെ അന്വേഷണം ഈ രീതിയിൽ ഇങ്ങനെ പോവാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം. ഒന്ന്, ഞങ്ങൾ ഒരുപാട് പേരെ ചോദ്യം ചെയ്തു എന്ന് പോലീസിന് പറയാം. ഒരുപാട് പേരെ ഞങ്ങൾ ചോദ്യം ചെയ്തു, എല്ലാവരുടെയും മൊഴിയെടുത്തു, അസ്വാഭാവികമായി ഞങ്ങൾ ഒന്നും കണ്ടില്ല. അതുകൊണ്ട് ഇത് പൾസർ സുനിയിൽ തന്നെ ഈ കേസ് അവസാനിക്കാം. ഇല്ലെങ്കിൽ രണ്ടാമതൊന്നുകൂടി സംഭവിക്കാം, സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ഉള്ള ആരാണ് ഇതിന്റെ പിന്നിൽ ഉള്ള ഒരാളെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ തീർച്ചയായും പോലീസിന് പുറത്തു കൊണ്ടുവരാൻ പറ്റും. എന്താണെങ്കിലും പോലീസിന്റെ കയ്യിൽ ആവശ്യമായ എവിഡൻസും തെളിവുകളെല്ലാം പോലീസിന്റെ കയ്യിലുണ്ട്. അല്ലാതെ ഒന്നും പോലീസ് ഒന്നും ഈ കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കത്തില്ല. ഒരാളെ കുറിച്ച് മാത്രം ഒരു അന്വേഷണത്തിനൊന്നും പോലീസ് അങ്ങനെ ഇറങ്ങിത്തിരിക്കത്തില്ല. തിരുവനന്തപുരത്ത് നമ്മളൊരു കാര്യം കണ്ടതാണല്ലോ, മഹിജ DGPയെ കാണാൻ പോയപ്പോ റോഡിൽ കാത്തു നിന്ന ഷാജഹാനെയും അതുപോലെ ഹിമോൽ ഭദ്രാനന്ദയും ഒക്കെ പിന്നെ ഗൂഢാലോചന കേസിൽ പിടിച്ച് അകത്താക്കി. എന്തായിരുന്നു തെളിവ്? അവരെ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് വിട്ടത്? അതും നമ്മുടെ പോലീസിന് അറിയാം. അങ്ങനെയും ചെയ്യാൻ, ഇങ്ങനെ ചെയ്യാനും പോലീസിന് അറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, പോലീസില് നമ്മുടെ ഈ അന്വേഷണത്തിനകത്ത് ആദ്യം ഉണ്ടായിരുന്ന ഒരു DYSP ഉണ്ട്. ആ DYSP ആയിരുന്നു അന്വേഷണ ചുമതലയുള്ളത്. അദ്ദേഹത്തെ ഗൂഢാലോചന അന്വേഷിക്കുന്ന സമയം തന്നെ മാറ്റി കഴിഞ്ഞിട്ട് പിന്നൊരു CI ആണ് അന്വേഷിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ ADGP ആയാലും IG ആയാലും ആരായാലും ഇവരെല്ലാം ഇതിന്റെ മേൽനോട്ടം മാത്രമേ ഉള്ളൂ. അന്വേഷണ ചുമതല ഒരു CIക്കാണ്. അപ്പോ എന്തിനാണ് ആ DYSPയെ മാറ്റിയത്? ഇത്രയും പ്രമാദമായ ഒരു കേസിനാണ് അദ്ദേഹത്തെ മാറ്റിട്ട് പുതിയ ഒരാളെ എന്താണ് അപ്പോയിന്റ് ചെയ്തിരുന്നത്? അപ്പൊ ഇതൊക്കെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ എവിടേക്കോ എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ട്. നേരത്തെ അരുൺ പറഞ്ഞതുപോലെ ഈ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ പോലും ഇപ്പോ എന്തൊക്കെയോ ഇതിന്റെ ഒരു പാവക്കറ, എനിക്ക് തോന്നുന്നു പാവക്കറ എന്ന് ഉദ്ദേശിച്ചത് വെള്ളിക്കാശികൾ തന്നെയാണ്, അവിടേക്കും പോയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ആളൂര് പോലും ഇവിടെ ഇറങ്ങിയത് സെറ്റിൽമെന്റിന് വേണ്ടി തന്നെയാണ്, അല്ലാതെ ആരെയും രക്ഷിക്കാനോ ശിക്ഷിക്കാനോ ഒന്നും അല്ല അയാൾ ഇറങ്ങിയത്. ഒരു നിമിഷം ശ്രീ ബൈജു കൊട്ടാരക്കര, അഡ്വക്കേറ്റ് ആളൂർ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ഉണ്ടെന്നാണ് തോന്നുന്നത്. ശ്രീ ആളൂർ, താങ്കൾക്ക് കേൾക്കാമോ? ഈ ഇന്ത്യ പ്രധാനമന്ത്രി സ്ഥാനം കൊടുക്കേണ്ടത് ബൈജു കൊട്ടാരക്കരയ്ക്കാണ്. കാരണം ബൈജു കൊട്ടാരക്കര പറഞ്ഞ ഒരു കാര്യം, ഒരു പ്രതിഭാഗം അഭിഭാഷകൻ അയാളെ ചോദ്യം ചെയ്യണമെന്ന്. നിയമത്തിന് എന്തെങ്കിലും ഒരു അല്പസ്വല്പം ഗന്ധമുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഒരു വിധിയായ വ്യക്തിക്ക് സാധിക്കുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ബൈജു കൊട്ടാരക്കര വലിയ വിദ്വാനാണ് എന്ന് ധരിച്ച് മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ, ഒരു വിരൽ ചൂണ്ടുമ്പോൾ 4 വിരലുകൾ സ്വയം ഭാഗത്തേക്കാണ് തിരിയുന്നത് എന്നുകൂടി അവസരത്തിൽ ഓർക്കണം. ഞാൻ ഇദ്ദേഹത്തെ വിമർശിക്കാനോ ഇയാളുമായി സംസാരിക്കാനോ താല്പര്യപ്പെടുന്നില്ല. എല്ലാ ചാനലുകളും ഇരുന്ന് വിളമ്പുന്നത് ആളൂർ ആരാണ്, ആളൂർ എവിടെ നിന്ന് വന്നു, ഞാൻ ശരിക്ക് എന്നോട് നേരിട്ട് കണ്ടാൽ അതിന് ഉത്തരം ഞാൻ കൊടുക്കുമായിരുന്നു. ചോദിച്ചോളൂ. ശ്രീ ആളൂർ, താങ്കളുടെ കക്ഷിയുടെ കാര്യത്തിൽ മാത്രം, അല്ലെങ്കിൽ താങ്കളുടെ കക്ഷിയിൽ സുനിലിൽ ഈ കേസിന്റെ അന്വേഷണം അവസാനിച്ചേക്കാം എന്നാണ് ശ്രീ ബൈജു കൊട്ടാരക്കര, മാത്രമല്ല അദ്ദേഹത്തെ പോലെ കുറേ ആളുകൾ അത് കരുതുന്നത്. കാരണം ഈ സ്വാഭാവികമായും ഈ അന്വേഷണമൊക്കെ നടത്തി ഞങ്ങൾക്കൊന്നും കൂടുതലൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇത് ഈ പൾസർ സുനി എന്ന ക്രിമിനൽ നടത്തിയ ഒരു ക്രൈം എന്ന നിലയിൽ ഇതിൻ്റെ കുറ്റപത്രത്തിൽ അനുബന്ധമായി ചേർത്ത് 120B അന്വേഷണവും അവസാനിപ്പിക്കാനുള്ള സാധ്യത പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. താങ്കൾക്ക് തോന്നുന്നുണ്ടോ അത്? ഒരിക്കലും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ആദ്യത്തെ ചാർജ് ഷീറ്റ് കൊടുത്തപ്പോൾ തന്നെ ഈ കേസുകൾ അവസാനിക്കേണ്ടതല്ലായിരുന്നു. ആദ്യം 120B ഇല്ല എന്ന് മുഖ്യമന്ത്രി അടക്കമുള്ള നമ്മളെ പ്രധാനപ്പെട്ട വ്യക്തികൾ പറഞ്ഞതിന് ശേഷം ഈ കേസ് അവിടെ അവസാനിക്കേണ്ടതല്ലായിരുന്നു. അങ്ങനെ അല്ലാതെ ഈ കേസ് വീണ്ടും ഒരു അന്വേഷണത്തിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ, ഒരു കോൺസ്പിറസി അന്വേഷിക്കുന്നുള്ള തീർച്ചയായിട്ടും പ്രഗത്ഭരായ
ഇന്റലിജന്റ് ആയ ഓഫീസേഴ്സ് അതിൽ സത്യം കണ്ടെത്തിയിരിക്കും. അപ്പൊ ആ സത്യം കണ്ടെത്തുക എന്നുള്ള ശ്രമകരമായ ജോലിയാണ് ഈ പോലീസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പലരെയും ചോദ്യം ചെയ്യേണ്ടി വരും. ഇപ്പോ താങ്കളുടെ കക്ഷിയുമായി 5-10 മിനിറ്റ് സംസാരിക്കാൻ കഴിഞ്ഞുവല്ലോ. യഥാർത്ഥത്തിൽ ഇതിലെ ഗൂഢാലോചനയെ പറ്റി താങ്കളുടെ കക്ഷി എന്തെങ്കിലും താങ്കളോട് പറഞ്ഞിട്ടുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കക്ഷി പറഞ്ഞത് ഈ കത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതല്ലാതെ മറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് എന്റെ കക്ഷി എന്നോട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്റെ കക്ഷിക്ക് ദോഷം വരാത്ത രീതിയിലുള്ള ഒരു കാര്യങ്ങളും ഞാൻ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ പുറത്തു പറയാൻ എനിക്ക് അവകാശമില്ല. ഈ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പുറം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കത്താണ്, കത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചന കണ്ടുപിടിക്കാൻ പോലീസിന് സാധിച്ചില്ലെങ്കിൽ, ഇങ്ങനെ കണ്ടുപിടിക്കാൻ പോലീസിന് താല്പര്യമില്ലെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും സംരക്ഷിക്കണമെന്ന് പലരും പറയുന്നത് പോലെ കാര്യങ്ങൾ നീങ്ങുന്നുണ്ടെങ്കിൽ അഡ്വക്കേറ്റ് ആളൂരിനോ അല്ലെങ്കിൽ എന്റെ കക്ഷിക്കോ മറ്റാൾക്കോ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ശരി, നന്ദി ശ്രീ അഡ്വക്കേറ്റ് ആളൂർ. അവസാനമായി അഡ്വക്കേറ്റ് സജീവ് ടി പ്രഭാകർ, ഇത് താങ്കൾ കേട്ടുവല്ലോ. ഈ കത്തടക്കമുള്ള വിഷയങ്ങളിലെ ഗൂഢാലോചനയെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത്. ഈ അടിസ്ഥാനപരമായി ഇതിലെ തെളിവെന്നൊക്കെ പറഞ്ഞ് പോലീസ് കൊണ്ടുവരുന്ന പലതും ആ നിലയിൽ തന്നെ ദുർബലമാണ് എന്നതല്ലേ അദ്ദേഹത്തിന്റെ സൂചനകളിലുള്ളത്, ഈ വിശദീകരണത്തിലുള്ളത്? ഇല്ല, അതിലിപ്പോൾ മിസ്റ്റർ ആളൂർ പറഞ്ഞ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഫസ്റ്റ് ചാർജ് ഷീറ്റിൽ തന്നെ 120B കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വേണമെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യാം. 120B എന്തെങ്കിലും ഒന്ന് നോക്കി വേണമെങ്കിൽ നമ്മുടെ പോലീസ് അത്ര വിദഗ്ധന്മാരാണ് തേച്ച് മാച്ച് കളയുന്ന കാര്യത്തിൽ. ഒന്ന്. രണ്ടാമത്, ഇനി ഇത്ര അന്വേഷണങ്ങൾ പോയിട്ടുള്ള ആളുകളെയൊക്കെ നോക്കുക. അത്യാവശ്യം നല്ല കാര്യങ്ങളുള്ളവരും നല്ല ബിസിനസ് ചെയ്യുന്നവരും നല്ല സിനിമക്കാരും അത്യാവശ്യം ഫണ്ടിങ്ങും അറിയുന്ന ആൾക്കാരും തന്നെ. നമ്മൾ സാധാരണ ഒരു പീഡന കേസിൽ വന്നു കഴിഞ്ഞാൽ പോലീസ് എന്താ ചെയ്യുക? ഒരു 500 പേരെ വിളിക്കും, എൻ്റെ അറിവിൽ തന്നെ. കാരണം ഞങ്ങളുടെ കക്ഷികൾക്ക് തന്നെ പറ്റിയിട്ടുണ്ട്. വെറുതെ ഇരിക്കുമ്പോഴാണ് ഫോൺ വരിക, ഇന്ന ആ പെൺകുട്ടി ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഒഴിവാക്കണമെങ്കിൽ ഇത്ര. ഇത് നടക്കുന്നുണ്ടോ നമുക്കറിയില്ല. കാരണം ഈ വിളിക്കുന്നവരൊക്കെ നല്ല ഫണ്ടിങ് ഉള്ളവർ തന്നെ. ഇപ്പം നാദൃശ ആയിക്കോട്ടെ, ഇവരായിക്കോട്ടെ. ഒന്ന്. രണ്ടാമത്, ഇവരുടെ പ്രോഗ്രാംസ് ആയിക്കോട്ടെ, ഇവർ ഒരു വിദേശ യാത്ര പോകുന്നു, ഇവരുടെ മണി ലോണ്ടറിങ് നടക്കുന്നുണ്ട് ഈ ഫീൽഡിൽ. ഈ മണി ലോണ്ടറിങ് നടക്കുന്ന കാര്യത്തിൽ പ്രധാനമായിട്ടും ഒരു ഫീൽഡ് ഇവർ പോകുന്നു, എങ്ങും നമീബിയ പോലത്തെ രാജ്യത്ത് വരെ പോകുന്നുണ്ട്. എന്താണ് അവർ ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ല. ഈ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇവർ എത്രയൊക്കെ ഇവർക്ക് കിട്ടുന്നുണ്ട്, എന്താണ്, ആർക്ക്, നമ്മുടെ വിദേശ നാണയ ചട്ടം എങ്ങനെയാണെന്ന് പോലും അറിയില്ല. ഈ ഫണ്ടുകളൊക്കെ ഇവിടെ നിന്നുള്ള കള്ളപ്പണം പോയിട്ട് തിരിച്ചു വരുന്നതാണോ? ഐ എം സസ്പെക്റ്റിംഗ് ദാറ്റ്. ഇങ്ങനത്തെ അന്വേഷണങ്ങളൊക്കെ വേണമെങ്കിൽ പോലീസിന് ഇവിടെ കൊണ്ടുവരാം. ഇപ്പം നമ്മുടെ സമഗ്രമായി വേണമെങ്കിൽ ഈ സിനിമാ മേഖല ശുദ്ധീകരിക്കാൻ ഈ കേസ് കൊണ്ട് പറ്റും, നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ. അത്ര എനിക്ക് പറയാനുള്ളൂ. ഈ ഒരു പക്ഷേ ഇക്കാര്യത്തിൽ വീണ്ടും മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ മാധ്യമങ്ങളിലെ ചർച്ചകൾ തുടരുമായിരിക്കും. കാരണം കേരളം അത്രത്തോളം കാത്തിരിക്കുന്നുണ്ട് ഇതിലെ ഗൂഢാലോചന സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരാൻ. ഇത് സിനിമാ മേഖലയിലെ ആർക്കെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നതിനപ്പുറത്തേക്ക് നമ്മളെ ആകെ പിടിച്ചു കുലുക്കിയ ഒരു ക്രൈം നമ്മളുടെ തെരുവിൽ അല്ലെങ്കിൽ നമ്മളുടെ നഗര ഹൃദയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തുകൂടി സംഭവിച്ചു എന്നത് സ്വാഭാവികമായും മലയാളികളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ആശങ്ക ഉളവാക്കുന്ന വസ്തുത തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിലെ പ്രതികളുടെ പൂർണ്ണ വിവരങ്ങൾ പുറത്തു വരുന്നതുവരെ ഇത്തരം ചർച്ചകൾ മാധ്യമങ്ങളിൽ തുടരും. മറ്റേതെങ്കിലും വിഷയങ്ങൾ ഉണ്ട് എന്നതിൻ്റെ പേരിൽ ഈ ചർച്ചകൾ മാറ്റിവെക്കണമെന്ന് നിരന്തരമായി നമ്മളോട് ചിലർക്ക് വേണ്ടി ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ തൽക്കാലം അതിന് ചെവി കൊടുക്കാൻ കഴിയില്ല എന്നുകൂടി അറിയിക്കുകയാണ് ഈ ഘട്ടത്തിൽ. നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ അലി അക്ബർ, ശ്രീ അജ്മൽ, അഡ്വക്കേറ്റ് സജീവ് ടി പ്രഭാകർ, ശ്രീ എൻ അരുൺ, അഡ്വക്കേറ്റ് ആളൂർ, ശ്രീ ബൈജു കൊട്ടാരക്കര, എല്ലാവർക്കും നന്ദി. GST നടപ്പിലാക്കിയതിനു ശേഷം ഹോട്ടൽ ഭക്ഷണത്തിന് ഉയർത്തിയ വില കുറയ്ക്കാൻ തീരുമാനമായി. ധനമന്ത്രിയും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമുണ്ടായത്. എഡിറ്റേഴ്സ് അവർ അവസാനിക്കുന്നു. നമസ്കാരം.